സ്തോത്രം 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 സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കാരുണ്യവാനും നീതിമാനും സ്നേഹവാനുമായ ഞങ്ങളുടെ നല്ല പിതാവേ, ഈ വൈകുന്നേര സമയത്ത് വീണ്ടും രണ്ടാമത്തെ സെഷനോടനുബന്ധിച്ച് ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ഭവിക്കുന്ന ഭാഗ്യത്തിന് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്ന വാഴ്ത്തി സ്തുതിക്കുന്ന പുണ്യതാവെ കഴിഞ്ഞു ഒരു നിമിഷം കർത്താവെ കടന്നുപോയി ആദ്യത്തെ സെഷൻ ദൈവത്തിന്റെ സാന്നിധ്യമൊക്കെയും അനുഭവിച്ചറിയാൻ കർത്താവിടെ കൃപയ്ക്ക് സ്തോത്രം. അനേക കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇടുന്ന പ്രാർത്ഥിപ്പാൻ ധ്യാനിപ്പാൻ ഞങ്ങളെ സഹായിച്ചില്ല കർത്താവെ. ഈ രണ്ടാമത്തെ സെഷനിൽ ഞങ്ങൾ കടന്നു വരുമ്പോൾ കർത്താവെ ദൈവത്തിന്റെ അത്യത്ഭുതമായ കർത്താവെ ഹല്ലേലൂയ സ്തോത്രം. വിശേഷം ആ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞ ദൈവകൃപയിൽ തന്നെ ഞങ്ങളുടെ സന്നിധിയിൽ ഇരിപ്പാൻ ഞങ്ങളെ സഹായിക്കുമാറാണമെന്ന് പ്രാർത്ഥിക്കുന്നു. അല്ലെങ്കിൽ ഞങ്ങളുടെ ഓരോ കുഞ്ഞുങ്ങളെ ഞങ്ങളുടെ ഓരോ കുടുംബങ്ങളെ അനുഗ്രഹിക്കുമാറാണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ മാതാപിതാക്കളെയും ഞങ്ങളുടെ എല്ലാ സഹോദരങ്ങളെ ഞങ്ങളുടെ എല്ലാ സഹോദരിമാരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവെ ഹല്ലേലൂയ. ഞങ്ങളുടെ പിഞ്ചു കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്ന തലമുറകൾ വരെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും കർത്താവെ മനസ്സറിയുമാറണമേ പ്രാർത്ഥിക്കുന്ന തിരുക്കൃപയിൽ പോയി സൂക്ഷിക്കുമാറണമേ. തിരുവത്താൽ മുതലിട്ട് സൂക്ഷിക്കുമാറണമേ. അല്ലെങ്കിൽ ഞങ്ങൾ വൈകുന്നേര സമയത്ത് ഒന്നിച്ച് കടന്നു വന്ന കർത്താവ് ഞങ്ങളുടെ സിനിൽ പാടുന്നത് അല്ലെങ്കിൽ വചന സന്ദേശം കേൾക്കുന്നത് വചനം പറയുന്നതൊക്കെയും കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമായി തീരുവാൻ കർത്താവ് എന്നിടയാക്കുമാറണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സിനിൽ കഴിക്കുന്നത് കർത്താവ് ഞങ്ങളുടെ ഓരോ പ്രിയപ്പെട്ടവരുടെയും ജീവിതത്തിൽ കർത്താവെ ശ്രേഷ്ഠമേറിയതാക്കി തീർക്കുന്ന കൃപയ്ക്ക് സ്തോത്രം. ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ ദൈവത്തിന്റെ കരം കാണുവാൻ അപ്പൊ ചങ്ങിടയാക്കുന്ന മഹാകൃപയ്ക്ക് സ്തോത്രം. വിശ്വാസത്തിന്റെ നാനുഭൂത്തിൽ മാത്രം ഞങ്ങൾ ആശ്രയിച്ചിട്ടുണ്ട് കർത്താവെ. അല്ലെങ്കിൽ ആ സ്തോത്രം ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ജാഗരിക്കുമ്പോൾ കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥനകളെ കർത്താവെ അങ്ങ് ശ്രദ്ധ വെച്ച് കേൾക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അല്ലെങ്കിൽ ആ സ്തോത്രം ഞങ്ങൾ അല്ലെങ്കിൽ ഞങ്ങളുടെ കുടിവരെ അനുകരിക്കുന്ന കൃപയ്ക്ക് സ്തോത്രം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുകരിക്കുന്ന കൃപയ്ക്ക് സ്തോത്രം. മെസ്സേജ് വരുന്ന ആന്റിയും അല്ലെങ്കിൽ ആ സ്വന്തം പാട്ടുകൾ പാടുന്ന കർത്താവെ അല്ലെങ്കിൽ ഞങ്ങളുടെ സഹോദരിയും കർത്താവ് ബലപ്പെടുത്തുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സമസ്ത ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നവരുടെ എല്ലാ വിഷയങ്ങളും ദൈവത്തിന്റെ കരം കൂടെ ഉണ്ടായിരിക്കുന്ന കൃപയ്ക്ക് സ്തോത്രം. ആദ്യത്തോടെ ഞങ്ങളുടെ സാന്നിധ്യത്തിന്റെ അല്ലെങ്കിൽ ആ സാന്നിധ്യത്തിന്റെ മറവിൽ കർത്താവ് ഞങ്ങൾ താണിരിക്കുവാനും കർത്താവെ ആ സാന്നിധ്യം അനുഭവിച്ചവരും കർത്താവ് ഞങ്ങൾ വീണ്ടും കർത്താവെ ഈ പൽക്കാലം ഞങ്ങളെ അനുഗ്രഹിക്കുമാറാണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടെ ആ സ്തോത്രം എല്ലാ യേശുവേറിയ നാമത്തിൽ തന്നെ ആമേൻ 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 ആമേൻ. പ്രൈസ് ലോർഡ്. കടന്നു എല്ലാ ദൈവത്തിലുള്ള നന്ദി അറിയിക്കുന്നു. തുടർന്ന് നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിലെ പ്രാർത്ഥനയോടെ നമുക്ക് ആയിരിക്കാം. രാവിലത്തെ സെഷൻ നമ്മൾ അനേക കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും ജാരിപ്പാനും ദൈവം നമ്മുടെ ഓരോരുത്തരെയും ജീവിതത്തിൽ കൃപ ഒരുക്കി തന്നല്ലോ. അല്ലെങ്കിൽ മാനമോത്ത കർത്താവ് നമ്മുടെ ഓരോ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ അത് ആത്മീയ കൃഷിയായി ആത്മീയ കൃപയായി അല്ലെങ്കിൽ ആ സ്വതന്ത്രം ദൈവിക കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുവാൻ തക്കനിടയാക്കുന്ന. തുടർന്ന് നമുക്ക് വിശ്വാസത്തിന്റെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കാം. ദൈവം കടന്നു എല്ലാ പ്രിയപ്പെടുന്ന ദൈവത്തിലുള്ള നന്ദി അറിയിക്കുന്നു. തുടർന്ന് നമുക്ക് അല്ലെങ്കിൽ ആ സോദരം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ജാഗരിക്കുമ്പോൾ അല്ലെങ്കിൽ ആ സോദരം അല്ലെങ്കിൽ തുടർന്നും അല്ലെങ്കിൽ പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ എക്സാം ടൈം ഒക്കെ ആണല്ലോ. അവരുടെയൊക്കെ മധ്യത്തിലുള്ള ദൈവത്തിന്റെ പ്രവൃത്തി കാണുവാൻ ആരും നിരാശപ്പെട്ടു പോകാതെ പതറിപ്പോകാതെ ഭയപ്പെടുകാതെ അല്ലെങ്കിൽ വല്ലാത്ത ടെൻഷന്റെ സമയങ്ങളാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ. അല്ലെങ്കിൽ ആ സോദരം അതൊന്നും ദൈവത്താൽ അല്ലെങ്കിൽ ആ കാര്യങ്ങളെ പ്രയാസങ്ങളെ നിരാശകളൊക്കെ മാറ്റി കൊടുത്തത് അല്ലെങ്കിൽ അറിയപ്പെട്ടവരാ തീരുവാൻ നമ്മുടെ ഓരോ കുഞ്ഞുങ്ങളെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. അല്ലെങ്കിൽ അദ്ദേഹം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥന വിഷയമായിട്ട് എന്തെങ്കിലും ആർക്ക് എന്തെങ്കിലും സംസാരിക്കാനോ പറയാനോ എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാട്ടെ. സ്തോത്രം. നമ്മൾ അനേക വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറുടെ പ്രാർത്ഥനയോടെ ആയിരിക്കുന്നു. നമ്മുടെ പാട്ടുകൾ പാടുവാൻ വേണ്ടി നമ്മുടെ നമ്മുടെ നിശ്ചയ ആൽബം സിസ്റ്റർ ദൈവനാമത്തിൽ ക്ഷണിച്ചു കൊള്ളുന്നു. പ്രൈസ് നമ്മൾ പാടുമ്പോൾ അല്ലെങ്കിൽ ആ സോദരം ഭയഭക്തിയോടെ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുകയും അത് നമ്മുടെ ഓരോരുത്തരെയും ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാനും ഇടയാക്കേണ്ട നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറുടെ. തുടർന്നും നമ്മുടെ മെസ്സേജിന്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് നിർത്തുന്നതായിരിക്കും. ദൈവം അനുഗ്രഹിക്കുമാറുടെ. പ്രൈസ് ലോർഡ് ആന്റി. പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും വേദനായ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. പ്രത്യേകാൽ ഇങ്ങനെ ഒരു അവസരം തന്ന ബിന്ദു ആന്റിക്ക് നന്ദി അറിയിക്കുന്നു. പ്രത്യേകാൽ മമ്മിയാണല്ലോ ഇതിനു ശേഷം മെസ്സേജ് പറയുന്നത്. അതും എന്റെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി തീരുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് എല്ലാവർക്കും അനുഗ്രഹമായി തീരുമെന്ന് വിശ്വസിക്കുന്നു. ഒരു വാക്യം വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആവർത്തന പുസ്തകം 4:7 ഇങ്ങനെ പറയുന്നു: നമ്മുടെ ദൈവമായ യഹോവയോട് നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെയും അവൻ നമുക്ക് അടുത്തിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തിരിക്കുന്ന ശ്രേഷ്ഠ ജാതി എന്തുള്ളൂ. ദൈവത്തിന്റെ വചനത്തില് ഇസ്രായേൽ മക്കളുടെ സാക്ഷ്യമായത്. ഇസ്രായേൽ മക്കളെ പോലെ തന്നെ നമുക്കും പറയാൻ കഴിയും. കഴിഞ്ഞ കാലങ്ങളിൽ പ്രാർത്ഥിച്ച വിഷയങ്ങളുടെ മധ്യത്തിൽ ഇറങ്ങി വന്നവനായ നമ്മുടെ ദൈവം
വരും ദിവസങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്കും മറുപടി തന്നാലും ഇല്ലെങ്കിലും ദൈവം നമ്മോട് അടുത്തിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ധൈര്യവും നമ്മുടെ ബലവും നമ്മുടെ ഉറപ്പും. അതുപോലെ ആ ധൈര്യവും ആ ദൈവം നമ്മോട് അടുത്തിരിക്കും, ദൈവം നമ്മളെ കരുതുവാൻ നമ്മളെ കാക്കുവാൻ മതിയായവൻ ആണ് എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിലെ ശ്രേഷ്ഠത. ആ ശ്രേഷ്ഠതയും ആ ഉറപ്പും ധൈര്യത്തോടെ നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു പാട്ട് പാടി ദൈവത്തെ ആരാധിക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പാട്ട് തന്നെയാണ്, ദൈവത്തിൻ സ്നേഹത്തിന് ആഴം ഇത്. ആ പാട്ട് പാടി ദൈവത്തെ ആരാധിക്കാം. ദൈവത്തിൻ സ്നേഹത്തിനാഴമീത് വർണ്ണിപ്പാൻ നാവിനാലാവതില്ലേ, എത്രയോ ശ്രേഷ്ഠമാം വൻ കരുതൽ എന്നെന്നും ഓർത്തിടും വൻ കൃപയാൽ. ദൈവത്തിൻ സ്നേഹത്തിനാഴമീത് വർണ്ണിപ്പാൻ നാവിനാലാവതില്ലേ, എത്രയോ ശ്രേഷ്ഠമാം തൻ കരുതൽ എന്നെന്നും ഓർത്തിടും വൻ കൃപയാൽ. കൃപയാൽ 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 നിത്യം സ്നേഹിച്ച സ്നേഹമിത്. കൃപയാൽ 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 എന്നിൽ പകർന്നൊരു ശക്തി ഇത്. കൃപയാൽ 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 നിത്യം സ്നേഹിച്ച സ്നേഹമിത്. കൃപയാൽ 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 എന്നിൽ പകർന്നൊരു ശക്തി ഇത്. നിന്ദകളേറിടും വേളകളിൽ പഴുദൂഷിയേറിടും നാളുകളിൽ തകർന്നിടാതെ മനം കരുതുന്നവൻ താങ്ങിടും നിത്യവും തൻ കരത്താൽ. നിന്ദകളേറിടും വേളകളിൽ പഴുദൂഷിയേറിടും നാളുകളിൽ തളർന്നിടാതെ മനം കരുതുന്നവൻ താങ്ങിടും നിത്യവും തൻ കരത്താൽ. കൃപയാൽ 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 നിത്യം സ്നേഹിച്ച സ്നേഹമിത്. കൃപയാൽ 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 എന്നിൽ പകർന്നൊരു ശക്തി ഇത്. എന്നിൽ പകർന്നൊരു ശക്തി ഇത്. ഉറ്റവരെ വരും കൈവിടുമ്പോൾ കൂട്ടിനവൻ എൻ്റെ കൂടെ വരും. മരണത്തിൻ താഴ്വര പുകിടുമ്പോൾ തെല്ലും ഭയമെനിക്കേശുകില്ല. ഉറ്റവരെ വരും കൈവിടുമ്പോൾ കൂട്ടിനവൻ എൻ്റെ കൂടെ വരും. മരണത്തിൻ താഴ്വര പുകിടുമ്പോൾ തെല്ലും ഭയം എനിക്കേശുകില്ല. കൃപയാൽ 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 നിത്യം സ്നേഹിച്ച സ്നേഹമിത്. കൃപയാൽ 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 എന്നിൽ പകർന്നൊരു ശക്തി ഇത്. കൃപയാൽ 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 നിത്യം സ്നേഹിച്ച സ്നേഹമിത്. കൃപയാൽ 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 എന്നിൽ പകർന്നൊരു ശക്തി ഇത്.
ആയിരമായിരം നന്മകൾ നാം പ്രാപിച്ച നാളുകൾ ഓർത്തിടുമ്പോൾ സാരമില്ലേ ക്ലേശം മാറിടുമേ. നാദനവനെന്നും കൂടെയുണ്ട്. ആയിരമായിരം നന്മകൾ നാം പ്രാപിച്ച നാളുകൾ ഓർത്തിടുമ്പോൾ സാരമില്ലേ ക്ലേശം മാറിടുമേ. നാദനവനെന്നും കൂടെയുണ്ട്. കൃപയാൽ 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 നിത്യം സ്നേഹിച്ച സ്നേഹമിത്. കൃപയാൽ 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 എന്നിൽ പകർന്നൊരു ശക്തിത്. കൃപയാൽ 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 നിത്യം സ്നേഹിച്ച സ്നേഹമിത്. കൃപയാൽ 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 എന്നിൽ പകർന്നൊരു ശക്തിത്. ദൈവത്തിൻ സ്നേഹത്തിനാഴമിത് വർണ്ണിപ്പാൻ നാവിനാലാവതില്ലേ. എത്രയോ ശ്രേഷ്ഠമാം വൻകരുതൽ എന്നെന്നും ഓർത്തിടും വൻകൃപയാൽ. കൃപയാൽ 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 നിത്യം സ്നേഹിച്ച സ്നേഹമിത്. കൃപയാൽ 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 എന്നിൽ പകർന്നൊരു ശക്തിത്. എന്നിൽ പകർന്നൊരു ശക്തിത്. വീണ്ടും നമുക്ക് ചേർന്ന് ഒരു പാട്ടും കൂടെ പാടി ദൈവത്തെ ആരാധിക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പാട്ട് തന്നെ. അടവി തരുക്കളിനിടയിൽ ഒരു നാരകം എന്ന വണ്ണം വാഴ്ത്തുമേ എന്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ മരുയാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിടുമേ എന്നുള്ള പാട്ട് പാടി ദൈവത്തെ ഒരുമിച്ച് ആരാധിക്കാം. അടവി തരുക്കളിനിടയിൽ ഒരു നാരകമെന്ന വണ്ണം. അടവി തരുക്കളിനിടയിൽ ഒരു നാരകമെന്ന വണ്ണം. വിശുദ്ധരിൻ നടുവിൽ കാണുന്നേ അതിശ്രേഷ്ഠനാമേശുവിനെ. വിശുദ്ധരിൻ നടുവിൽ കാണുന്നേ അതിശ്രേഷ്ഠനാമേശുവിനെ. വാഴ്ത്തുമേ എന്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ മരുയാത്രയിൽ. നന്ദിയോടെ ഞാൻ പാടിടുമേ. നന്ദിയോടെ ഞാൻ പാടിടുമേ. വാഴ്ത്തുമേ എന്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ മരുയാത്രയിൽ. നന്ദിയോടെ ഞാൻ പാടിടുമേ. നന്ദിയോടെ ഞാൻ പാടിടുമേ. മനക്ലേശ തരംഗങ്ങളാൽ ദുഃഖസാഗരത്തിൽ മുങ്ങുമ്പോൾ. മനക്ലേശ തരംഗങ്ങളാൽ ദുഃഖസാഗരത്തിൽ മുങ്ങുമ്പോൾ. തിരുക്കരം നീട്ടിയെടുത്തണച്ചു ഭയപ്പെടേണ്ട എന്നുരച്ചവനെ. തിരുക്കരം നീട്ടിയെടുത്തണച്ചു ഭയപ്പെടേണ്ട എന്നുരച്ചവനെ. വാഴ്ത്തുമേ എന്റെ പ്രിയനെ ജീവകാലം
മരുയാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിടുമേ, നന്ദിയോടെ ഞാൻ പാടിടുമേ. തിരുഹിതമിയെ തികച്ചിടുവാൻ ഇതാ ഞാനിപ്പോൾ വന്നിടുന്നേ. തിരുഹിതമിയെ തികച്ചിടുവാൻ ഇതാ ഞാനിപ്പോൾ വന്നിടുന്നേ. എന്റെ വേളയെ തികച്ചും കൊണ്ട് നിന്റെ മുൻപിൽ ഞാൻ നിന്നിടുവാൻ, എന്റെ വേളയെ തികച്ചും കൊണ്ട് അങ്ങേ മുൻപിൽ ഞാൻ നിന്നിടുവാൻ. വാഴ്ത്തുമേ എന്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ മരുയാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിടുമേ, നന്ദിയോടെ ഞാൻ പാടിടുമേ. വാഴ്ത്തുമേ എന്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ മരുയാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിടുമേ, നന്ദിയോടെ ഞാൻ പാടിടുമേ. വാഴ്ത്തുമേ എന്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ മരുയാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിടുമേ, നന്ദിയോടെ ഞാൻ പാടിടുമേ. ഈ പാട്ടിൽ പറയുന്നത് പോലെ ഈ മരുഭൂമി യാത്ര നമുക്ക് വളരെ കഷ്ടവും പ്രയാസവും ഒക്കെ ഏറിയതാണ്. നിന്നാലും ഈ മരുഭൂമി യാത്രയിൽ കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ നേരത്തെ വായിച്ച വാക്യം പോലെ ഇത്രയും അടുത്തിരിക്കുന്ന നമ്മുടെ ദൈവമായ യഹോവയോട് നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെയും നമ്മോട് അടുത്തിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തിരിക്കുന്ന ഒരു ശ്രേഷ്ഠ ജാതിയായി തീരുവാൻ നമ്മയും ദൈവം വിളിച്ചു വേർതിരിച്ചത് ദൈവത്തിന്റെ കൃപയാൽ, ദൈവത്തിന്റെ സ്നേഹത്താൽ മാത്രമാണ്. നമ്മുടെ യോഗ്യത ഒന്നുമല്ല. ദൈവത്തിന്റെ കരുതലും ദൈവത്തിന്റെ സ്നേഹത്തെ ഓർമ്മിച്ചുകൊണ്ട് നമുക്ക് ഒരു പാട്ടും കൂടെ പാടി ദൈവത്തെ ആരാധിക്കാം. എല്ലാവർക്കും ആ പാട്ട് അറിയുമോ എന്ന് എനിക്ക് അറിയത്തില്ല, എങ്കിലും ഒരു പാട്ടിന്റെ കുറച്ച് ലൈനുകൾ പാടി ദൈവത്തെ ആരാധിക്കാൻ ആഗ്രഹിക്കുന്നു. എന്നെന്നും കരുതുന്നോനേശു, എന്നെന്നും കാക്കുന്നോനേശു, എന്നെന്നും കരുതുന്നോനേശു, എന്നെന്നും കാക്കുന്നോനേശു. എന്റെ എല്ലാ കാലത്തും യേശു മതിയായവൻ, എന്റെ എല്ലാ കാലത്തും യേശു മതിയായവൻ. ഉയർച്ച താഴ്ചയതോ ലാഭമോ നഷ്ടമതോ, ഉയർച്ച താഴ്ചയതോ ലാഭമോ നഷ്ടമതോ, മാറയോ ചിങ്കടലോ ഏറിയോ ജോർദാനതോ, എന്റെ എല്ലാ കാലത്തും യേശു മതിയായവൻ, എന്റെ എല്ലാ കാലത്തും യേശു മതിയായവൻ. എന്നെന്നും കരുതുന്നോനേശു, എന്നെന്നും കാക്കുന്നോനേശു, എന്നെന്നും കരുതുന്നോനേശു, എന്നെന്നും കാക്കുന്നോനേശു. എന്റെ എല്ലാ കാലത്തും
യേശു മതിയായവൻ. ഈ പാട്ടിൽ പാടുന്ന പോലെ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ കാലത്തും നമ്മുടെ ദുഃഖമാണോ, പട്ടിണിയാണോ, ആപത്താണോ, വാളാണോ, ഉഷസ്സോ, സന്ധ്യതോ, ഏത് നേരത്തും ഇരുളോ താഴ്ചയോ, നമ്മുടെ ജീവിതത്തിന്റെ ഏത് അവസ്ഥയിലും നമ്മള് യേശു മാത്രം മതിയായവനായി കൂടെ ഉണ്ട്. നമ്മളെ കരുതുവാൻ, നമ്മളെ കാക്കുവാൻ, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ സീസണിലും നമ്മളെ ഏതൊക്കെ സീസൺസിലൂടെ കടന്നു പോകുന്നു ആ സീസൺസിലെല്ലാം കർത്താവ് നമ്മളെ കൂടെ ഉള്ളത് കൊണ്ട്, നമ്മളെ കരുതുവാൻ, നമ്മളെ കാക്കുവാൻ മതിയായവനായ കർത്താവ് നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ട് നമുക്ക് ചേർന്ന് ആ വരികൾ ഒന്നും കൂടെ പാടി ദൈവത്തെ ആരാധിക്കാം. എന്റെ എല്ലാ കാലത്തും യേശു മതിയായവൻ, എന്നെന്നും കരുതുന്നോനേശു, എന്നെന്നും കാക്കുന്നോനേശു, എന്നെന്നും കരുതുന്നോനേശു, എന്നെന്നും കാക്കുന്നോനേശു, എന്റെ എല്ലാ കാലത്തും യേശു മതിയായവൻ, എന്റെ എല്ലാ കാലത്തും യേശു മതിയായവൻ. ജീവിതത്തിന്റെ എല്ലാ അവസ്ഥയിലും നമ്മുടെ കർത്താവ് മതിയായവനായിരിക്കാൻ ഉറപ്പോടെ ധൈര്യത്തോടെ വീണ്ടും നമുക്ക് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. അടുത്ത സെക്ഷന് വേണ്ടി പ്രാർത്ഥിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. നല്ല ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഇത്രത്തോളം ദൈവമേ രാവിലത്തെ സെക്ഷൻ ഞങ്ങളുടെ തലമുറകളെ ഓർത്ത് പ്രാർത്ഥിപ്പാനായി സ്വർഗത്തിലെ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ തന്ന നല്ല അവസരത്തിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. വീണ്ടും കർത്താവെ ഞങ്ങളുടെ സന്നിധാനത്തിൽ കർത്താവെ ദൈവത്തിന്റെ വചനവുമായും കർത്താവെ വർഷിപ്പ് ലീഡിയാനൊക്കെ അടിയനെ സഹായിച്ചു കർത്താവിന്റെ വചനവുമായി ആമേൻ പ്രിയമമ്മയായിരിക്കുന്നല്ലോ കർത്താവെ ദൈവമേ, ഞങ്ങളുടെ കൂടി വരവ് ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കണമേ, സ്വർഗം സന്തോഷിക്കുന്ന പകലാക്കി തീർക്കണമേ കർത്താവെ. ആമേൻ. ഹല്ലേലൂയ. പ്രത്യേകാൽ കർത്താവെ, ഹല്ലേലൂയ, കർത്താവിന്റെ വചനം പ്രസ്താവിക്കുന്ന കർത്താവെ പ്രിയ മാതാവിനെ ദൈവം അനുഗ്രഹിക്കുമാറാകണമേ, ആത്മാവിൽ ദൈവം ശക്തിയോടെ ഉപയോഗിക്കുമാറാകണമേ കർത്താവെ. താൻ പറയുന്ന ഓരോ വചനം, ഓരോ വാക്യങ്ങൾ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിന് ആത്മീക വർധനം കർത്താവിനോട് കൂടുതൽ അടുക്കുവാനും സഹായിക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവത്തിന്റെ വചനം പ്രസ്താവിക്കാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ. ഇനിയുള്ള നിമിഷങ്ങളിലൊക്കെയും ദൈവത്തിന്റെ വലിയ സാന്നിധ്യം അനുഭവിക്കുവാൻ ദൈവം സഹായിക്കണമേ. ആമേൻ. കഴിഞ്ഞ കാലങ്ങളിൽ പ്രാർത്ഥിച്ചതിന് മറുപടി തന്ന ദൈവം ഈ ദിവസങ്ങളിലും കർത്താവെ ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിച്ച വിഷയങ്ങൾക്കും ഞങ്ങളുടെ തലമുറകൾക്ക് കർത്താവ് എക്സാമിന്റേതായ ഒരു സീസണിലേക്ക് ആയിരിക്കുന്നല്ലോ സ്വർഗത്തിലെ ദൈവമേ. ആ ദിവസങ്ങളിലെല്ലാം ഞങ്ങളുടെ കുഞ്ഞുങ്ങളോട് കൂടെ ദൈവത്തിന്റെ കരം കൂടെ ഇരിക്കണമേ. എല്ലാവർക്കും നല്ല വിജയം കൊടുക്കണമേ, പഠിക്കാനുള്ള ബുദ്ധി കൊടുക്കണമേ, ജ്ഞാനം കൊടുക്കണമേ, അറിവ് കൊടുക്കണമേ, കഴിവുകളെ ദൈവം കൊടുക്കണമേ. എക്സാമിന് വരുന്നതൊക്കെ നന്നായി എഴുതുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവത്തിന്റെ പ്രത്യേക കൃപയും കരുണ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കൂടെ ഇരിക്കുമാറാണമേ ഞങ്ങളുടെ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകാൽ വരുന്ന സെക്ഷൻ അനുഗ്രഹിക്കപ്പെട്ട സെക്ഷനാക്കി ദൈവം തീർക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. എല്ലാം എന്റെ യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ ദൈവം കേൾക്കുമാറാകണമേ, സ്വർഗീയ നല്ല പിതാവേ. ആമേൻ. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. ദൈവനാമത്തിൽപ്പെടുന്നതായിട്ട് ഹല്ലേലൂയ. സ്തോത്രം. മനോഹരമായി പാടുവാൻ ദൈവം കൃപ തന്നതിന് സ്തോത്രം ചെയ്തതിന് ദൈവം ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. 3 പാട്ടുകളും വളരെയധികം ചിന്തയോട് കൂടിയുള്ളതായിരുന്നു. നമുക്ക് വേണ്ടി കരുതുന്ന നല്ലവനായ യേശുവിന്റെ പാദപീഠത്തിൽ നമുക്ക് വീണ്ടും ആ സമർപ്പണ ബോധത്തോടെ നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കാം. നമ്മുടെ ഏത് വിഷയങ്ങളെ പോലും നമ്മൾ കരയുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, യാചിക്കുമ്പോൾ നമ്മുടെ തള്ളിക്കളയാതെ മാറോട് ചേർത്തണച്ച് ചെറിയ കാര്യങ്ങളെ പോലും തുച്ഛീകരിക്കാത്ത നമ്മുടെ നല്ലവനായ യേശുവിന്റെ പാദപീഠത്തിൽ വീണ്ടും നമുക്ക് അഴിക്കാം. ധാരാളമായി അനുഗ്രഹിക്കുമാറട്ടെ. അല്ലെങ്കിൽ നമ്മുടെ ഈ കൊച്ചു ലൈവിൽ പാടുന്നതിനേക്കാൾ ഒരു അനേക സ്റ്റേജുകളെ അല്ലെങ്കിൽ കർത്താവിന് വേണ്ടി നാം മഹത്വപ്പെടുവാൻ, അല്ലെങ്കിൽ ആസ്വാദന പാട്ടുകൾ പാടുവാൻ, ശുശ്രൂഷ ചെയ്യുവാൻ നമ്മുടെ ഗ്രൂപ്പിലെ എല്ലാ ആന്റിമാരെയും സാരിമാരെയും ദൈവം ഉപയോഗിക്കുമാറാട്ടെ. ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുന്നു. നമ്മുടെ വചന സന്ദേശത്തിന്റെ സമയമായിട്ടുണ്ടല്ലോ. എല്ലാവരും അല്ലെങ്കിൽ കാതോർത്തിരിക്കുകയാണ്. കഴിയുമെങ്കിൽ അതിന്റെ ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് വീഡിയോ പറ്റുമെങ്കിൽ ഓണാക്കി, സാഹചര്യങ്ങൾ അനുകൂലമെങ്കിൽ തീർച്ചയായിട്ടും ഓണാക്കി ഇരിക്കുകയാണെങ്കിൽ പറയുന്ന ആന്റിക്കും വളരെയധികം ഉപകാരമായിരിക്കും. തീർച്ചയായിട്ടും എല്ലാവരും അനുഗ്രഹിക്കുമാറാട്ടെ. മെസ്സേജ് വചനത്തിന്റെ സന്ദേശം പറയാൻ വേണ്ടി നമ്മുടെ മറിയക്കുട്ടി രാജു ആന്റിയെ ദൈവനാഥത്തിൽ ക്ഷണിച്ചു വിടുന്നു. പ്രൈസ് ലോർഡ്. ബിന്ദു സിസ്റ്റർ പറഞ്ഞ പോലെ കഴിയുന്നവരൊക്കെ വീഡിയോ ഒന്ന് ഓണാക്കിയ മുഖം ഒന്ന് കാണാമല്ലോ. ദൈവസന്നിധിയിലെ ഇത്രത്തോളം സമയം നമുക്ക് ആയിരിക്കാൻ ദൈവം സഹായിച്ചു.
ഈ പ്രാർത്ഥന ഇന്നത്തെ വൈകിട്ടത്തെ സെഷൻ പ്രിയ ബിന്ദു സിസ്റ്റർ പ്രാർത്ഥിച്ച് ആരംഭിക്കുവാൻ ദൈവം ഇടയാക്കി. പ്രിയ കുഞ്ഞിൽ കൂടി വർഷിപ്പ് ലീഡ് ചെയ്യുവാൻ ദൈവം അവളെ സഹായിച്ചു. കർത്താവ് ഒരുക്കുന്ന നല്ല നല്ല അവസരങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യും. കുഞ്ഞുങ്ങളോടും സൗരങ്ങളോടൊക്കെ ചേർന്ന് ദൈവസന്നിധിയിൽ ഒരിക്കൽ കൂടി ആയിരിക്കാൻ ദൈവം തന്ന നല്ല വിലയേറിയ അവസരങ്ങളെ ഓർത്തു ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. എപ്പോൾ വചനം ശുശ്രൂഷ ഉണ്ടെന്ന് കുഞ്ഞുങ്ങളോട് വിളിച്ചറിയിച്ചാൽ അവരുടെ പിൻപിൽ അവരുടെ പ്രാർത്ഥന സപ്പോർട്ട് വളരെ വലുതാണ്. ഞങ്ങളുടെ ആത്മീയ ജീവിതത്തില് പരസ്പരം ഓർക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, വചനത്തിന് ഷെയർ ചെയ്ത് ബലപ്പെടുത്തുവാനൊക്കെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും അടിയനും പരസ്പരം ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാ പ്രാർത്ഥനാ സപ്പോർട്ടിനാ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിൽക്കുന്നെങ്കിൽ നമുക്ക് പിൻപിൽ പ്രാർത്ഥന സപ്പോർട്ട് അത്യാവശ്യമാണ്. ആത്മീയമായ സാഹചര്യങ്ങളിലൊക്കെ ഞാൻ നിൽക്കുമ്പോൾ, വചനവുമായൊക്കെ ഞാൻ എവിടെയൊക്കെ നിൽക്കുന്നു അവിടെയൊക്കെ എൻ്റെ കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥനാ സപ്പോർട്ടും ഉപവാസവും എൻ്റെ ജീവിതത്തിൽ വളരെ ശക്തി പകരുന്നതാണ്. ഇന്ന് പകൽക്കാലം എൻ്റെ കുഞ്ഞുങ്ങള് ഈ പ്ലാറ്റ്ഫോമിൽ എന്നോടൊപ്പം ഉള്ളത് കൊണ്ട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. ഇത്ര ഭാഗ്യമേറിയൊരു അനുഭവം ഭൂമിയിൽ ദൈവം തന്നതോർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുക. എല്ലാം ദൈവത്തിന്റെ കൃപയും ദൈവത്തിന്റെ കരുണയും ദൈവത്തിന്റെ ദാനവും എന്ന് മാത്രമേ പറയുവാനുള്ളൂ. എല്ലാ മാനവും മഹത്വവും എൻ്റെ കർത്താവിന് അർപ്പിച്ചുകൊണ്ട് വചന ശുശ്രൂഷയിലേക്ക് കടക്കാൻ ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുന്നു. ദൈവം എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രത്യേക ഇങ്ങനെ ഒരു അവസരം എൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ കൂടി തന്ന ബിന്ദു സിസ്റ്ററിനെ ഞാൻ നന്ദിയോടെ ഞങ്ങളുടെ കുടുംബമായുള്ള നന്ദി അറിയിക്കുന്നു. ഞാൻ വേറൊരു പ്രൈൽ ലൈനിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ മെസ്സേജ് പറഞ്ഞു എന്ന് എൻ്റെ പ്രാർത്ഥന ധ്വനി കുടുംബത്തിലെ എൻ്റെ സഹോദരിമാർ കേട്ടപ്പോൾ ആ മെസ്സേജ് ഞങ്ങളോടും പറയണമെന്ന് അനേക പ്രിയപ്പെട്ടവരെന്ന് പറയുവാൻ ഇടയായി. അതുകൊണ്ട് അതേ മെസ്സേജ് തന്നെ ഇന്ന് വൈകിയ വേളയിൽ നിങ്ങളോട് ഷെയർ ചെയ്യുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പലയിടത്തും ദൈവം പല വിധത്തിലായിരിക്കും ഒരു മെസ്സേജ് തന്നെ നമ്മൾ എടുത്താലും പല നിലകളിലായിരിക്കും കർത്താവ് നമ്മളെ ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ പ്രാർത്ഥന എനിക്ക് അത്യാവശ്യമാണ്. ഇന്ന് വൈകിയ വേളയിൽ നിങ്ങളുടെ പ്രാർത്ഥന സപ്പോർട്ടിനായി നിങ്ങളോട് അപേക്ഷിച്ചുകൊണ്ട് വചനത്തിലേക്ക് കടക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഒരു വല്ലാത്ത കാലഘട്ടത്തിലേക്ക് നമ്മൾ വന്നെത്തിയിരിക്കുകയാണ്. ഒരു അന്ത്യകാലമെന്ന് തന്നെ നമുക്ക് പറയാം. ഇനി അധിക സമയം നമ്മുടെ മുൻപിലില്ല. എന്നാൽ നമുക്ക് ലഭിക്കുന്ന സമയങ്ങളിൽ ഒരു ജയകരമായ ക്രിസ്ത്യ ജീവിതം നയിക്കുവാൻ നമുക്ക് എങ്ങനെ സാധിക്കും എന്നുള്ളത് നമുക്ക് വചനത്തിൽ കൂടി ഒന്ന് പഠിച്ച് പരസ്പരം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വചനം ഷെയർ ചെയ്ത് വചനത്തിൽ ഉറച്ച് കർത്താവിന് വേണ്ടി നിന്ന് നല്ലൊരു ജയകരമായ ക്രിസ്ത്യ ജീവിതം നയിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഈ നാളുകളിൽ സഹോദരിമാരായ നമ്മൾക്ക് ഓരോരുത്തർക്കും ദൈവസന്നിധിയിൽ ഉണർന്നു പ്രാർത്ഥിക്കേണ്ടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ വന്നെത്തിയിരിക്കുന്നത്. യഥാർത്ഥമായ വചനത്തിന്റെ ആഴങ്ങൾ നാം മനസ്സിലാക്കിയിരിക്കണം. ദുരുപദേശങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇതാ ഇവിടെയെന്നും അവിടെയെന്നും ഇവിടെ അത്ഭുതമെന്നും അവിടെ അത്ഭുതമെന്നും ഒക്കെ പറഞ്ഞു പ്രസംഗിച്ച് അനേകരെ കൂട്ടി ആ നിത്യ നരകത്തിലേക്ക് അനേക കൂട്ടായ്മകളും അനേകരെ നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ യഥാർത്ഥമായ സത്യവചനം എന്താണ്, എങ്ങനെയാണ് ജയകരമായി ക്രിസ്ത്യ ജീവിതം നമ്മൾ നയിക്കേണ്ടതെന്നുള്ളത് ദൈവവചനത്തിൽ കൂടി നമുക്കൊന്ന് ചിന്തിക്കുവാൻ ഇന്ന് വൈകിട്ട് നമുക്ക് ദൈവ അവസരം തന്നിരിക്കുന്നല്ലോ. അതിനായി ഞാൻ ഒരു വാക്യം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. യൂദയുടെ ലേഖനം 20-ാം അധ്യായത്തിലെ 20-ാം വാക്യം. നിങ്ങളോ പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീയ വർധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരുന്നു കൊണ്ട് ദൈവ സ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുവീൻ. സംശയിക്കുന്നവരെ ചിലരോട് കരുണ ചെയ്യുവീൻ, ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിപ്പീൻ. ജഡത്താൽ കറ പിടിച്ച അങ്കി പോലും പകച്ചുകൊണ്ട് ചിലർക്ക് ഭയത്തോടെ കരുണ കാണിപ്പീൻ. വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാ സന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ
ശക്തിയുള്ളവന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷിതാവായ ഏക ദൈവത്തിന് തന്നെ സർവകാലത്തിനു മുൻപേ ഇപ്പോഴും സദാകാലത്തോളവും തേജസ്സും മഹിമയും ബലവും അധികാരവും ഉണ്ടാകുമാറാകട്ടെ. ആമീൻ. അപ്പോസ്തലനായ യൂദ പറയുന്നത്, നമ്മള് ആത്മീയ വർധനയ്ക്കായി അനേകരിന്ന് ഓടിക്കൊണ്ടിരിക്കുക, ആത്മീയ വർധന വരുത്താൻ. എന്ന് വെച്ചാൽ അങ്ങോട്ട് പോയാൽ അവിടെ ആത്മീയ വർധന കിട്ടും, ഇങ്ങോട്ട് പോയാൽ ഇവിടെ നമുക്ക് ധനം കിട്ടും, അല്ലെങ്കിൽ നമുക്ക് വിടുതൽ കിട്ടും, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആത്മീയമായോ ഭൗതികമായൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കാം എന്നുള്ള ചിന്തയിൽ അനേകരിന്ന് ഓടിക്കൊണ്ടിരിക്കുന്ന, സത്യം ഏതാ മിഥ്യ ഏതാന്ന് തിരിച്ചറിയാതെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. എന്നാൽ അപ്പോസ്തലനായ യൂദ പറയുന്ന ഒരു കാര്യം, നിങ്ങളോ പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി, അതിവിശുദ്ധമായ ഒരു വിശ്വാസം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ കർത്താവിൽ അധികമായി വിശ്വസിക്കണം. ഒന്നാമതായിട്ട് നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ ജയകരമായ ഒരു മുന്നേറ്റം നമുക്ക് വേണമെങ്കിൽ ദൈവത്തിൽ നമ്മൾക്ക് ആഴമേറിയ വിശ്വാസം വേണം. ഫസ്റ്റിലെ നമുക്ക് കർത്താവിൽ ആഴമേറിയ ഒരു വിശ്വാസം വേണം. നമ്മൾ ആരെയാണ് സേവിക്കുന്നത്, ആരെയാണ് നമ്മൾ പിൻപറ്റുന്നത്, ആ ദൈവത്തിന് നമ്മൾക്ക് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും, ഈ ദൈവം നമ്മളെ എവിടെ കൊണ്ടെത്തിക്കും, അതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ വിശ്വാസം ആഴമേറിയതായിരിക്കണം. നമുക്ക് വിശ്വാസം ഇല്ലെങ്കിൽ നമ്മൾക്ക് ജീവിതത്തിൽ ഒരു ദൈവ പ്രവൃത്തിയും നടക്കത്തില്ല. നമ്മൾ ദൈവത്തെ ആഴമായിട്ട് വിശ്വസിക്കണം, ആഴമായിട്ട് നമ്മൾ വിശ്വസിക്കണം. നമ്മൾ യോബ് അതാ പറയുന്നേ, അവൻ എന്നെ കൊന്നാലും ഇല്ലെങ്കിലും അവൻ എന്നെ കൊന്നാലും ഞാൻ അവനായി തന്നെ കാത്തിരിക്കും. അതാണ് യോബിന്റെ കഷ്ടതയിലുള്ള വിശ്വാസം എന്ന് പറയുന്നത്. അവൻ എന്നെ കൊന്നാലും, ആ യോബ് ഇരിക്കുന്ന അനുഭവം നമ്മളൊന്ന് ഓർത്തു നോക്കണം. ദേഹം മുഴുവൻ വ്രണമായിട്ട്, ഹല്ലേലൂയ, ചൊറിഞ്ഞും മാന്തിയും കൂട്ടുകാർ വന്ന് പരിഹസിക്കുന്നു, സ്വന്തം ഭാര്യ പോലും പറയുന്നു നിന്റെ വിശ്വാസം തള്ളിക്കളഞ്ഞ് നീ മരിച്ചു കളയാൻ പറയുന്നു. എന്നാൽ വിശ്വാസത്തെ മുറുകെ പിടിച്ച് ഭക്തൻ പറയുകയാണ്, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനായി തന്നെ കാത്തിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായിരിക്കണം ഒരു ദൈവ പൈതലിന്റെ വിശ്വാസം. ഇത് നമ്മുടെ വിശ്വാസ ജീവിതം എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ, ഇതൊരു പട്ടുമെത്തയുടെ അനുഭവമല്ല വിശ്വാസ ജീവിതം, ഇതൊരു വിശ്വാസ പോർക്കളമാണ്. ഹല്ലേലൂയ. ഈ പോർക്കളത്തിൽ നമ്മൾ പൊരുതി ജയിക്കേണ്ടവരാണ്. ആ പൊരുതി ജയിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആഴമേറിയ വിശ്വാസം വേണം. നമ്മൾ എന്തിനു വേണ്ടി ഇറങ്ങി തിരിച്ചു എന്നുള്ളൊരു ലക്ഷ്യബോധം നമുക്ക് വേണം. നമ്മുടെ ലക്ഷ്യം നിത്യത മാത്രമായിരിക്കണം. അല്പകാലത്തേക്കുള്ള ഈ ലോകത്തിലെ ജീവിതം ഇത് താൽക്കാലികമാണ്. എന്നാൽ നശിച്ചു പോകാത്തൊരു നിത്യത നമുക്ക് ഉയരത്തിൽ ഉണ്ട് എന്നുള്ളൊരു വിശ്വാസം നമ്മളിൽ ഉണ്ടെങ്കിൽ നമ്മുടെ മുൻപിൽ വരുന്ന പ്രതിസന്ധികളും കഷ്ടതകളൊക്കെ ഇത് വെറും നിസ്സാരമെന്നെണ്ണുവാൻ നമുക്ക് കഴിയും. അതാണ് യോബ് പറഞ്ഞത്, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനായി തന്നെ കാത്തിരിക്കും. ഹല്ലേലൂയ. പലപ്പോഴും നമ്മുടെ ജഡത്തിൽ കഷ്ടത വരുമ്പോൾ ഹല്ലേലൂയ നമ്മൾ പറയും, മതി മതി, ഇത്ര മതി, എനിക്കിതിനപ്പുറം വയ്യ. ഹല്ലേലൂയ. എന്നാൽ ദൈവമക്കളെ, നമുക്ക് ആഴമേറിയൊരു വിശ്വാസം വേണം. ഈ കഷ്ടത നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാലും, എന്റെ ശരീരം മണ്ണിൽ മറഞ്ഞു പോയാലും എനിക്കൊരു നിത്യത ഒരുക്കി വെച്ചിട്ടുണ്ട്. അതാണ് എന്റെ പ്രത്യാശ, അതാണ് എന്റെ വിശ്വാസം, അതിനാണ് എന്റെ കാത്തിരിപ്പ്. ഹല്ലേലൂയ. നമുക്ക് ആഴമേറിയൊരു വിശ്വാസം ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. ആഴമേറിയ ഒരു ഹല്ലേലൂയ വിശ്വാസം നമ്മളിൽ ഉണ്ടെങ്കിൽ നമുക്ക് ശത്രുവിനെ ജയിക്കാൻ കഴിയും. ഹല്ലേലൂയ. നമുക്ക് വിശ്വാസമില്ല എങ്കിൽ ശത്രുവായതിനെ നമുക്ക് ജയിക്കാൻ കഴിയത്തില്ല. കാരണം ഹല്ലേലൂയ, ഈ ഭൂമിയിൽ രണ്ട് ശക്തികളാണുള്ളത്. ഹല്ലേലൂയ. ഒന്ന് പൈശാചിക ശക്തിയും ഒന്ന് ദൈവിക ശക്തിയും. ഈ രണ്ട് ശക്തികളാണ്. ഒരു ബാറ്ററിക്ക് നെഗറ്റീവും പോസിറ്റീവും ഉള്ള രണ്ട് വശങ്ങൾ ഉള്ളതുപോലെ ഈ ഭൂമിയിൽ രണ്ട് ശക്തികളാണുള്ളത്. ഒന്ന് ഹല്ലേലൂയ പൈശാചിക ശക്തി, ഒന്ന് ദൈവിക ശക്തി. എന്നാൽ യഥാർത്ഥമായ ദൈവിക ശക്തി മനസ്സിലാക്കി ദൈവത്തെ സേവിക്കാൻ ഇറങ്ങിത്തിരിച്ച നമ്മൾ പൈശാചിക ശക്തിയോട് എപ്പോഴും പോരാടി ജയിക്കുന്നവരായിരിക്കണം. ദുഷ്ടന് മുൻപിൽ പരാജയപ്പെടുന്നവരായിരിക്കരുത്. ദൈവമക്കളെ, ജയകരമായ ക്രിസ്തീയ ജീവൻ നയിക്കണമെങ്കിൽ നമ്മൾ ശത്രുവിനോട് പൊരുതുന്നവരായിരിക്കണം. നമുക്കറിയാം, ഇസ്രായേൽ ജനത്തെ മിസ്രയീമിൽ നിന്ന് ഹല്ലേലൂയ ദൈവം പുറപ്പെടുവിച്ച് കൊണ്ടുവരുമ്പോൾ ഹല്ലേലൂയ അവരനേക യുദ്ധങ്ങളെ തരണം ചെയ്താണ് അവരെ വാഗ്ദത്ത കനാനിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരുന്നത്. അങ്ങനെയെങ്കിൽ ദൈവമക്കളെ, ഇന്നും ഹല്ലേലൂയ ഈ ഹല്ലേലൂയ നമ്മൾ വിശ്വാസ പോർക്കളത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ പൊരുതി ജയിക്കേണ്ടവരാണ്. ഹല്ലേലൂയ. പൊരുതേണ്ടത് ആരോടെന്ന് ചോദിച്ചാൽ നമ്മൾ മാംസരക്തങ്ങളോടല്ല.
ഹല്ലേലൂയ ഹല്ലേലൂയ. അവരിൽ വ്യാപരിക്കുന്ന അന്ധകാര ശക്തി ഒരുപക്ഷെ നമുക്ക് വിരോധമായി ജീവിതങ്ങൾ എഴുന്നേറ്റെന്ന് വരും. ഹല്ലേലൂയ. നമുക്ക് ഹല്ലേലൂയ പരിസരത്തുള്ളവർ എഴുന്നേറ്റെന്ന് വരും, ലോകം എഴുന്നേറ്റെന്ന് വരും. ഹല്ലേലൂയ. അല്ലെ ഭരണകൂടം എഴുന്നേറ്റെന്ന് വരും. ഹല്ലേലൂയ. മറ്റുള്ളവർ നമുക്ക് എതിരായി എഴുന്നേറ്റെന്ന് വരും. എന്നാൽ അതിലെയൊക്കെ ജയിക്കുവാൻ, അവരിൽ വ്യാപരിക്കുന്ന ഒരു അന്ധകാരത്തെ ജയിക്കുവാനുള്ള ദൈവകൃപയും വിശ്വാസവും ആമേൻ അഭിഷേകവും നമ്മളിൽ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ നമുക്കിതൊന്നും വലുതായി തോന്നത്തില്ല. ആമേൻ ഹല്ലേലൂയ. ഒരു ഭക്തന് പറയാനുള്ളത്, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് ചേരുന്നത് എനിക്ക് അത്യുത്തമം. ഹല്ലേലൂയ. ഒരു ഭക്തന്റെ പ്രത്യാശ ഇതായിരിക്കണം. കഷ്ടങ്ങൾ കടന്നു വരും, രോഗങ്ങൾ കടന്നു വരും, പ്രതിസന്ധികൾ കടന്നു വരും. നിങ്ങൾ ആത്മാവിൽ പോരാടുന്നവരായിരിക്കണം. ഹല്ലേലൂയ. അതാണ് അപ്പോസ്തലൻ ഇവിടെ പറയുന്നത്. ഹല്ലേലൂയ. നിങ്ങളോ പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീയ വർധന വരുത്തി പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. നമുക്ക് ഒന്നാമതായിട്ട് വിശ്വാസം വേണം, രണ്ടാമതായിട്ട് നമ്മൾ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചാൽ ഹല്ലേലൂയ. പൗലോസ് പറയുന്നു, ഞാൻ ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കും, ആത്മാവ് കൊണ്ടും പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. ഞാൻ ബുദ്ധി കൊണ്ടും പ്രസംഗിക്കും, ആത്മാവ് കൊണ്ടും പ്രസംഗിക്കും. എന്നാൽ ഞാൻ പറയട്ടെ ദൈവമക്കളെ, ബുദ്ധി കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞാൽ അവിടെ ശത്രുവിനെ ജയിക്കാൻ നമുക്ക് കഴിയില്ല. ഹല്ലേലൂയ. അഭിഷേകത്താൽ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ മുൻപിൽ ഒരു ദുഷ്ട പിശാചിന് നിൽക്കാൻ കഴിയുകയില്ല. യേശുവിന്റെ നാമത്തിൽ രക്തത്താൽ ജയം എടുക്കുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. വിശ്വാസ ജീവിതത്തില് ഒത്തിരി കാര്യങ്ങൾ പറയുവാനുണ്ട്. ആമേൻ. ഞങ്ങൾ ഹല്ലേലൂയ ആത്മാവിൽ പോരാടി ജയം പ്രാപിച്ച ചില വിഷയങ്ങൾ ഹല്ലേലൂയ ഇന്നെന്റെ സഹോദരിമാരുമായിട്ട് ഷെയർ ചെയ്യുവാൻ, അത് നിങ്ങളുടെ വിശ്വാസ ജീവിതത്തിനെ ഉറപ്പിക്കുന്നതായി തീരട്ടെ എന്ന് ഞാൻ ദൈവത്തിൽ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. ഒരനുഭവം മാത്രം ഞാൻ നിങ്ങളോട് പറയുവാൻ താല്പര്യപ്പെടുകയാണ്. ഹല്ലേലൂയ. ഞങ്ങളുടെ ഇളയ മകൻ, അഥവാ ഇന്ന് പാട്ടുപാടി വർഷിപ്പ് ചെയ്ത നിഷിയുടെ ഹസ്ബൻഡ്, ഇളയ മകൻ, ഞാൻ ആൽബിൻ രാജു എന്ന് പറയും. അവരിന്ന് UK-ലായിരിക്കുന്നു. കുഞ്ഞിനോട് അനേക വാഗ്ദത്തങ്ങൾ നാളുകളായി ചെറിയ പ്രായം തൊട്ടേ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ അനേകം അവനോടുണ്ടായിരുന്നു. ഹല്ലേലൂയ. വലിയ വാഗ്ദത്തങ്ങളായിരുന്നു കുഞ്ഞിനോടുള്ളത്. ഹല്ലേലൂയ. അവൻ പഠിക്കുന്ന സമയം തൊട്ടേ കർത്താവിന് വേണ്ടി വളരെ പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ദൈവവൈതലായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അവന്റെ ടീനേജ് പ്രായത്തിൽ ഹല്ലേലൂയ കർത്താവിന് വേണ്ടി അധികം ശോഭിച്ചു. ആത്മാക്കളെ നേടുവാൻ അവന്റെ ചെറിയ പ്രായത്തിൽ ദൈവം കൃപ കൊടുത്തു. ആമേൻ. ഹല്ലേലൂയ. അവനോട് അനേക ദൈവിക വാഗ്ദത്തങ്ങൾ ഉണ്ടായിരുന്നു, ആത്മീയമായും ഭൗതികമായി അനേക വാഗ്ദത്തങ്ങൾ. എന്നാൽ ഹല്ലേലൂയ അവൻ അതൊന്നും പ്രാപിക്കാൻ കഴിയുന്നില്ല. ആമേൻ. പലപ്പോഴും ചോദ്യചിഹ്നങ്ങൾ. ഹല്ലേലൂയ. കുഞ്ഞു ജോലിയോടുള്ള ബന്ധത്തിൽ നാട്ടിലായിരുന്നു. ഹല്ലേലൂയ. അവൻ റിലയൻസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഹല്ലേലൂയ. എന്നാൽ അപ്പോഴെല്ലാം ഹല്ലേലൂയ അനേക ദൈവദാസന്മാർ കൂടി കുഞ്ഞിനോട് വാഗ്ദത്തങ്ങൾ ഇങ്ങനെ പറയാറുണ്ടായിരുന്നു. നിനക്ക് മുൻപാകെ രാജ്യങ്ങളുടെ വാതിലുകൾ താനെ തുറക്കുമെന്നും. ആമേൻ. ഹല്ലേലൂയ. ഒന്നാം വാതിലും രണ്ടാം വാതിലും നിനക്ക് മുൻപിൽ തുറന്നിട്ട് ആമേൻ നിന്റെ മുൻപിലുള്ള വാതിൽ സ്വതവേ തുറക്കും. ഹല്ലേലൂയ ഹല്ലേലൂയ. എന്നാൽ ഈ പറഞ്ഞ കാലഘട്ടത്തിൽ ഒന്നും ആ വഴികളൊന്നും തുറക്കപ്പെട്ടില്ല. അവൻ നാട്ടിൽ ജോലിയോടുള്ള ബന്ധത്തിലായിരുന്നു. എന്നാൽ വിദേശ രാജ്യത്തിന്റെ വാതിലുകൾ നിന്റെ മുൻപിൽ തുറക്കുമെന്നുള്ള വാഗ്ദത്തം നിവർത്തിക്കപ്പെട്ടില്ല. ഹല്ലേലൂയ. പലപ്പോഴും ഹല്ലേലൂയ കർത്താവേ ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നില്ല? ഹല്ലേലൂയ. ദൈവത്തിന്റെ വാഗ്ദത്തം എന്തുകൊണ്ട് നിറവേറുന്നില്ല? ദൈവം പറഞ്ഞാൽ അതാ, ഹല്ലേലൂയ വാക്ക് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെയാണ്. അനേക വിഷയങ്ങൾ ഞങ്ങൾ അത് അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. എന്നാൽ എന്തുകൊണ്ട് അവന്റെ ജീവിതത്തിലെ വാഗ്ദത്തങ്ങൾ പ്രാപിപ്പാൻ കഴിയുന്നില്ല? ഹല്ലേലൂയ. ഇതൊരു ചോദ്യചിഹ്നമായി ഹല്ലേലൂയ ഞങ്ങളുടെ മുൻപിൽ ഉണ്ടായിരുന്നു. എപ്പോഴും ആ വിഷയം പ്രാർത്ഥിക്കുവാനിടയായി. ഒരു വഴി അവന്റെ മുന്നിൽ തുറന്നു വരുമ്പോൾ അത് എല്ലാം നടക്കുന്ന കാര്യം എത്തുമ്പോൾ അത് അടയപ്പെട്ടു പോകുന്നു. ഹല്ലേലൂയ. അവരുടെ കുടുംബജീവിതത്തിൽ തലമുറയെ
ലഭിക്കാതെ പോകുന്നു. വിവാഹം കഴിഞ്ഞ് 2 വർഷമായിട്ട് കുഞ്ഞിന് തലമുറ അവർക്ക് കിട്ടുന്നില്ല. അതൊക്കെ ആ വിഷയങ്ങളിലൊക്കെ വളരെ ഞങ്ങൾ ഭാരപ്പെട്ടു. ആ ബന്ധനങ്ങളിൽ നിന്നൊക്കെ വിടുതൽ പ്രാപിച്ച് ദൈവം അനുഗ്രഹിക്കപ്പെട്ട ഒരു തലമുറയെ അവർക്ക് ദാനമായി കൊടുക്കുവാൻ ഇടയായി തീർന്നു. ഇന്നലെ ആ കുഞ്ഞിന് 4 വയസ്സ് തികഞ്ഞു. ഇന്നവനെ UK-ലായിരിക്കുന്നു. വളരെ മിടുക്കനായി. ദൈവത്തിന്റെ കൃപയ. അതൊക്കെ ശത്രുവിനോട് മല്ലിട്ട് ഞങ്ങൾ നേടിയെടുത്ത തലമുറയാണ്. ഹല്ലേലൂയ. അങ്ങനെ ഭൗതിക വഴികൾ തുറക്കാതെ വന്നപ്പോൾ ഹല്ലേലൂയ, നാട്ടിലവന് ജോലിയുണ്ട്, അവൻ K-ഫോണിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുവാൻ, എന്തെങ്കിലും വാഗ്ദത്ത പ്രകാരമുള്ള വഴി തുറക്കുന്നില്ല. ഹല്ലേലൂയ. അത് എന്തുകൊണ്ട് സംഭവിക്കുന്നില്ല? ഹല്ലേലൂയ. അങ്ങനെ ഇരിക്കുമ്പോൾ ഹല്ലേലൂയ, അവന്റെ വർക്കുകളൊക്കെ കോൺട്രാക്ട് വർക്കുകളായിരുന്നു. ഹല്ലേലൂയ. K-ഫോണിൽ ഹല്ലേലൂയ ഇന്റർനെറ്റ് കണക്ടിവിറ്റി വർക്ക് ഹല്ലേലൂയ കോൺട്രാക്ട് വ്യവസ്ഥയിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ ആ കോൺട്രാക്ട് തീർന്നു അടുത്തൊരു കോൺട്രാക്ട് ലഭിക്കുന്നത് വരെ കുഞ്ഞിന് ജോലിയിൽ ചില ഗ്യാപ്പ് വന്നു. അപ്പോഴും ഞങ്ങൾ ഇവിടെ ഇല്ല. ഞങ്ങള് ഈജിപ്തില് ഫെയ്മോടെയൊക്കെ അടുത്ത് ഞങ്ങൾ പോയിരിക്കുക. പക്ഷെ പോകുന്നതിന്റെ 2-3 ദിവസം മുമ്പേ ഞായറാഴ്ച ഞങ്ങള് പോകുന്നതിനെ കുറിച്ച് സാക്ഷ്യമൊക്കെ പറഞ്ഞു. ഞായറാഴ്ച ആരാധനയ്ക്ക് സാക്ഷ്യമൊക്കെ പറഞ്ഞു. ഞങ്ങൾ ആ വ്യാഴാഴ്ചയാന്ന് തോന്നുന്നു ഞങ്ങൾ കടന്നു പോകുന്നു. അപ്പോഴേ ആരാധനയ്ക്ക് ഇരിക്കുന്ന സമയത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. പെട്ടെന്ന് ദൈവാത്മാവ് പറഞ്ഞു ചില ആക്സിഡന്റുകൾ സംഭവിക്കാൻ പോകുന്നു എന്ന്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, സഭയിൽ ചില ആക്സിഡന്റുകൾ സംഭവിക്കാൻ പോകുന്നു, എല്ലാവരും വളരെ കെയർഫുൾ ആയിരിക്കണം, പ്രാർത്ഥനയോട് മാത്രമേ വാഹനങ്ങൾ എടുക്കാവൂ എന്ന് ആരാധന സമയത്ത് വിളിച്ചു പറയുവാൻ ഇടയായി തീർന്നു. എന്നാൽ അത് ഞങ്ങളുടെ കുടുംബത്തോടുള്ള ബന്ധത്തിലുള്ള ദൈവത്തിന്റെ ആലോചനയായിരുന്നു. ഗ്ലോറി ബലബലവ ശംബരാരവാരവാരവ ഗ്ലോറി ബലബലവ ഉഷാരബലബലവ. ഞങ്ങൾ ആരാധന കഴിഞ്ഞ് ഹല്ലേലൂയ ഞങ്ങൾ കുടുംബമായി കാറിൽ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഞങ്ങൾ ആ വ്യാഴാഴ്ച ഞങ്ങൾ ഈജിപ്തിലേക്ക് പോകുക. കുഞ്ഞുങ്ങള് നിഷിമോളും ആൽബിമോനും കുഞ്ഞു ഇവിടെയുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, മക്കളെ, അത് നമ്മുടെ കുടുംബത്തോടുള്ള ബന്ധത്തിലുള്ള ആലോചനയാണ്. നിശ്ചയമായിട്ടും വളരെ പ്രാർത്ഥിച്ചോണം. പിശാചി ചില കെണികളെ ഒരുക്കിയിട്ടുണ്ട്, അതുകൊണ്ട് ശക്തമായി പ്രാർത്ഥിച്ചു വേണം. ഹല്ലേലൂയ. അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ ഞായറാഴ്ച ഹല്ലേലൂയ ആരാധന കഴിഞ്ഞ് വീട്ടിലെത്തി കഴിയുമ്പോൾ അവനൊരു ഫോൺ കോൾ വരുന്നു. ഹല്ലേലൂയ. അവനൊരു ഹാഗിയോസ് മിനിസ്ട്രി എന്ന് പറയുന്ന ഒരു മിനിസ്ട്രി ഇവിടെ ചെയ്യുന്നുണ്ട്. അവരെ പോലുള്ള കുറച്ച് ചെറുപ്പക്കാരായ ചേർന്ന് നാട്ടിൽ മുറ്റം കൺവെൻഷനും പിന്നെ അങ്ങനെ അവരുടെ ചില പ്രവർത്തനങ്ങളുണ്ട്, ചാരിറ്റിയും അങ്ങനെയുള്ള ചില പ്രവർത്തനങ്ങളുണ്ട്. അതിൽ പ്രവർത്തിക്കുന്ന ഒരു സഹോദരൻ പെട്ടെന്ന് ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴൊക്കെ കുഞ്ഞിനെ ഫോണിൽ വിളിക്കുവാനിടയായി. എന്നിട്ട് അവനോട് പറഞ്ഞു, ആൽബിനെ ഹല്ലേലൂയ ആ പയ്യന്റെ വൈഫ് പ്രാർത്ഥിച്ചപ്പോൾ, സ്നേഹ എന്നാണ് അവളുടെ പേര്, സ്നേഹ ഇന്ന് പ്രാർത്ഥിച്ചപ്പോൾ ആൽബിന് ഒരു ആക്സിഡന്റ് വരുന്നതായി ദൈവാത്മാവ് പറയുന്നു എന്ന് പറഞ്ഞു. അന്ന് പകൽക്കാലം കേട്ട ആലോചന വീണ്ടും ഒന്നുകൂടി വീട്ടിൽ വന്നപ്പോൾ അത് ഒന്നുകൂടി ആത്മാവ് വ്യക്തമാക്കുവാൻ ഇടയായി തീർന്നു. ദൈവത്തിന്റെ ആത്മാവ് പോഷ്ക്ക് സംസാരിക്കുകയില്ല. ദൈവജനമേ, ഒരാപത്ത് വരുന്നതിന് മുൻപേ ഹല്ലേലൂയ ഒരു ദൈവവചനാണെങ്കിൽ നിന്നോട് സംസാരിച്ചിരിക്കും. നിന്റെ കുടുംബത്തോടൊരു പോരാട്ടം വരുന്നുവെങ്കിൽ അത് ദൈവാത്മാവ് നിന്നോട് സംസാരിച്ചിരിക്കും. ആ ദൈവാലോചന ഒന്നുകൂടി ഉറപ്പിക്കുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. അത് കഴിഞ്ഞ് ഞങ്ങൾ വ്യാഴാഴ്ച കാലം ഹല്ലേലൂയ ഞങ്ങൾ ഈജിപ്തിലേക്ക് കടന്നുപോയി. ഈജിപ്തിൽ കടന്ന് ഞങ്ങൾ പോയതിന്റെ പിറ്റേ ദിവസം അവൻ പപ്പയുടെ സ്കൂട്ടർ എടുത്തുകൊണ്ടാണ് ജോലിക്ക് പോകാൻ. കുഞ്ഞ് വണ്ടിയും കൊണ്ട് ചെന്ന് കൊട്ടിയത്ത് വണ്ടി വെച്ചിട്ടാണ് അവിടുന്ന് തിരുവനന്തപുരത്തേക്ക് ജോലിക്ക് പോകുന്നത്. അങ്ങനെ അവന്റെ ബൈക്കിലാണ് സാധാരണ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഒരിക്കലും പതിവില്ലാതെ അവൻ പപ്പയുടെ സ്കൂട്ടർ എടുത്തുകൊണ്ടാണ് ജോലിക്ക് പോയി ഇവിടുന്ന് പോകുന്ന വഴിക്ക് പാലമുക്കിലെത്തിയപ്പോൾ കുഞ്ഞ് സഞ്ചരിച്ച സ്കൂട്ടറിന്റെ പപ്പ എപ്പോഴും നല്ല കണ്ടീഷനാക്കി പപ്പയുടെ എല്ലാ വണ്ടി, കാറായാലും സ്കൂട്ടറായാലും ബൈക്കായാലും പപ്പ എപ്പോഴും ഇങ്ങനെ പണിയിച്ച് എപ്പോഴും നല്ല ഫിറ്റാക്കി വെച്ചിരിക്കുന്ന വണ്ടികളാ പപ്പയുടെ വണ്ടി. അപ്പൊ പപ്പയുടെ സ്കൂട്ടറിന്റെ ടയർ പൊട്ടുവാൻ യാതൊരു സാധ്യതയുമില്ല. എന്നാൽ പിശാച് തകർത്ത് കളയുവാൻ നോക്കി. ഹല്ലേലൂയ. പതിവില്ലാതെ കുഞ്ഞ് ആ സ്കൂട്ടർ എടുത്തുകൊണ്ടുപോയി. വഴിമധ്യത്തിൽ ആ സ്കൂട്ടറിന്റെ ടയർ പൊട്ടി. ഹല്ലേലൂയ. പുറകെ വരേണ്ട വാഹനം കുഞ്ഞിന് മുകളിൽ കൂടി കയറി ഇറങ്ങേണ്ടതാണ്. എന്നാൽ അത് ദൈവം സൈഡ് തിരിച്ചു വിട്ടതുപോലെ അതിന്റെ ടയർ പൊട്ടി സൈഡിലേക്ക് തിരിഞ്ഞു മാറുവാനിടയായി. ദൈവത്തിന് സ്തോത്രം. ഞാനിത് എന്തിനു പറയുന്നു എന്ന് ചോദിച്ചാ, നിങ്ങൾ ആത്മാവിൽ തലമുറയ്ക്ക് വേണ്ടി പോരാടി പ്രാർത്ഥിക്കണം. നിങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന എല്ലാ അന്ധകാര ശക്തിയെ നിന്റെ മുൻപാകെ ദൈവം വെളിപ്പെടുത്തി തരും. അതുകൊണ്ട് നമുക്ക് ഒന്നാമതായിട്ട് വിശ്വാസം വേണം, രണ്ടാമതായിട്ട് ആത്മാ
ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. ഓ ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അന്യഭാഷ പറഞ്ഞു പ്രാർത്ഥിക്കണം. ആ അന്യഭാഷയിൽ ആ ശത്രുവിനെ തകർക്കുന്ന ദൂതകളാണ് അതിനകത്തുള്ളത്. ദൈവമക്കളെ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ നീ ശത്രുവിനെ തകർക്കുകയാണ്, നീ ദുഷ്ടനോട് പോരാടുകയാണ്. നീ ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന വ്യക്തികളായിരിക്കണം. തലമുറയ്ക്ക് വേണ്ടി ആത്മാവിൽ പോരാടി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഈജിപ്തിൽ ചെന്നു. ഹല്ലേലൂയ. ഒരു ദിവസം ഹല്ലേലൂയ ഞാൻ രാവിലെ പ്രഭാതത്തിലൂടെ എഴുന്നേറ്റ് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ എന്തുകൊണ്ട് കുഞ്ഞിനോട്. അപ്പൊ ഞങ്ങൾ അങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അവന്റെ ജോലിക്ക് ഗ്യാപ്പ് വന്നത്. അപ്പൊ വളരെ വിഷമത്തോടെ ഹല്ലേലൂയ അവൻ വിളിച്ചു പറഞ്ഞു, മമ്മി അടുത്ത കോൺട്രാക്ട് എടുക്കുന്നത് വരെ 1 മാസമോ 2 മാസമോ ജോലിയില്ലാതെ നിൽക്കേണ്ടി വരും എന്ന് പറഞ്ഞു. എന്നിട്ട് അവന് ഏറെ വിഷമം എന്ന് പറയുന്ന ജീവിത സാഹചര്യത്തിനൊന്നും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ല, കുടുംബത്തിലില്ല. അപ്പോഴേ ഈ ആളുകൾ ചോദിക്കുക, എന്താ ജോലി ഇല്ലയോ, ജോലിക്ക് പോകുന്നില്ലയോ? ഇത് നമ്മളെ വല്ലാതെ നോവിക്കുന്ന ഒരു ചോദ്യമാണ് ഇത്. ദൈവമക്കളെ സംബന്ധിച്ച് നമ്മൾ ദൈവത്തെ സേവിക്കാൻ ഇറങ്ങിയിട്ട് എന്താ ഇങ്ങനെ ആയിപ്പോയി, അല്ലെങ്കിൽ എന്താ ഇങ്ങനെ സംഭവിച്ചേ, അല്ലെങ്കിൽ എന്താ ജോലിയില്ല, ഈ ഒരു പരാജയത്തിന്റെ വാക്ക് നമ്മളോട് കേൾക്കുമ്പോൾ നമുക്ക് ഇല്ലാത്തതിനെ കുറിച്ചുള്ള വിഷമമല്ല, ആളുകളുടെ മുമ്പിൽ മറുപടി പറയുന്ന വിഷയമാണ് നമുക്ക് വിഷമകരമായ ഒരു അനുഭവം. ഹല്ലേലൂയ. പൈതലിന് അത് ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. അവന് ഹല്ലേലൂയ വിളിച്ചു പറഞ്ഞു, മമ്മി ചിലപ്പോൾ 2 മാസത്തെ ഗ്യാപ്പ് വരും. ഭയങ്കര വിഷമം അവർക്ക്. ഞാൻ കൂടെ ഉണ്ടെങ്കിൽ അവർ ധൈര്യമാ, എപ്പോഴും വചനം പറഞ്ഞുറപ്പിക്കും, ആത്മാവിൽ പ്രാർത്ഥിച്ച് ദൂത് പറഞ്ഞ് അവരെ ധൈര്യപ്പെടുത്തും. അങ്ങനെ ഹല്ലേലൂയ. ഞങ്ങളും കൂടിയില്ലല്ലോ. അപ്പൊ കുഞ്ഞിന് ഭയങ്കര വിഷമം. ഞാൻ വളരെ വേദനയോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ഹല്ലേലൂയ. കർത്താവേ എന്തുകൊണ്ടാണ് നിന്റെ വാഗ്ദത്തങ്ങളൊക്കെ എവിടെയാണ്? ഹല്ലേലൂയ. വല്യമോനോടുള്ള വാഗ്ദത്തങ്ങളൊക്കെ നിറവടിയായി നിറവേറുന്നു, എന്നാൽ കുഞ്ഞിനോടുള്ള വാഗ്ദത്തം എന്തുകൊണ്ട് സംഭവിക്കുന്നില്ല? വളരെ വേദനയോട് ഞാൻ പ്രഭാതത്തിൽ എഴുന്നേറ്റ് കട്ടിലിരുന്ന് കരയാൻ തുടങ്ങി. കർത്താവേ ഇന്ന് നീ എന്നോട് സംസാരിച്ചേ മതിയാകൂ, ഇന്ന് നീ എന്നോട് സംസാരിക്കണം. അവനെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി എന്താണ്? ദൈവം എന്നോട് ഇന്ന് സംസാരിക്കണം. ഹല്ലേലൂയ. അങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ദൈവാത്മാവ് ഹല്ലേലൂയ ചില ആലോചനകൾ തരുവാനിടയായി. അവനൊരു ദൂരയാത്രയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏലിയാവിന്റെ മേൽ ഒരു വെല്ലുവിളി സഭയിൽ പറയുകയാണ്. ഹല്ലേലൂയ. ആമേൻ. നിന്റെ തല നാളെ വെളുക്കുമ്പോൾ നിന്റെ തല നിന്റെ ഉടലിൽ കാണുകയില്ല. ഹല്ലേലൂയ. അങ്ങനെ വെല്ലുവിളിക്കുമ്പോൾ ഏലിയാവ് ഓടിച്ചെന്ന് ചൂരച്ചെടിയുടെ തണലിൽ ഹല്ലേലൂയ പേടിച്ച് ഭയപ്പെട്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. സഭയിൽ വെല്ലുവിളി കുഞ്ഞിന്റെ മേലുണ്ട്. ഹല്ലേലൂയ. അവന്റെ മുൻപോട്ടുള്ള ഗമനത്തെയും അവന്റെ ഭൗതിക നേട്ടങ്ങളെയും തടയുന്ന അന്ധകാര ശക്തി ഹല്ലേലൂയ അവനോട് വ്യാപരിച്ച് പോരാടുന്നു. ഹല്ലേലൂയ. 4 ദിവസങ്ങളിൽ ദൈവത്തിന്റെ വഴി തുറക്കപ്പെടും. ഒരേലിയാവിനെ പോലെ അവന് കനൽ മേച്ചുട്ട് അടയും തുരുത്തിയിൽ വെള്ളവും കൊടുത്തിട്ട് അവനെ ആത്മീയമായും ശാരീരികമായും ബലപ്പെടുത്തി. ഹല്ലേലൂയ. അവനെ ദൂരദേശത്തേക്ക് അയക്കും. ആത്മീയത്തിലും ഭൗതികത്തിലും അവനൊരു ദൂരയാത്രയുണ്ടെന്ന് ദൈവാത്മാവനോട് സംസാരിക്കുവാനിടയായി തീർന്നു. എന്നാൽ ഈ സഭയിൽ വെല്ലുവിളി കിടക്കുന്നത് കൊണ്ട് അവൻ അതിനെ പ്രാപിപ്പാൻ കഴിയാതിരുന്നു. ഹല്ലേലൂയ. ഞാൻ രാവിലെ എഴുന്നേറ്റ് വന്ന് ഫേമോളോട് പറഞ്ഞു, മോളെ ഹല്ലേലൂയ ദൈവത്തിന് ആൽബിമോനെ കുറിച്ചുള്ള ഹല്ലേലൂയ വാഗ്ദത്തം ദൈവം എന്നോട് സംസാരിച്ചു. അവനെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി ദൈവം എനിക്ക് വെളിപ്പെടുത്തി. ഈ ദിവസങ്ങളിൽ അവന് വേണ്ടിയുള്ള വഴി തുറക്കപ്പെടുവാൻ പോവുകയാണ്. അവന് ആത്മീയമായും ഭൗതികമായും ഒരു ദൂരയാത്ര ദൈവം വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ എന്ന് പറഞ്ഞു. ആമേൻ. എന്നിട്ട് ഞങ്ങൾക്ക് ഒത്തിരി സമയം അവിടെ പ്രാർത്ഥിക്കാൻ കിട്ടും. ഞാനിപ്പോൾ എന്നും കുറെ സമയം പകൽ പ്രഭാതത്തിലല്ല കുഞ്ഞിനെ സ്കൂളിൽ വിട്ടതിന് ശേഷം ഞങ്ങൾക്ക് ജോലിയൊന്നുമില്ല, ജോലിക്കാർ വന്ന് ജോലി ചെയ്യും. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒത്തിരി ജോലിയൊന്നുമില്ല. ഞങ്ങൾ കുറെ സമയം പ്രാർത്ഥിക്കാൻ. അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടെ പ്രാർത്ഥിക്കാനിരുന്നപ്പോൾ കുഞ്ഞിന് വേണ്ടി, ഈ മോന് വേണ്ടി, ആൽബിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സാത്താന്റെ ശക്തി അവന്റെ മേൽ മല്ല് പിടിച്ച് അവനെ തകർത്ത് കളയുവാൻ പോരാടി നിൽക്കുന്ന ഒരു ദുഷ്ടശക്തിയെ വെളിപ്പെടുവാനിടയായി. ഗ്ലോറി ബലവളവ് ശങ്കര എന്നാൽ അതിനോട് മല്ല് പിടിച്ച് ഹല്ലേലൂയ ആത്മാവിൽ പോരാടി അതിനെ ജയിച്ചു കളയുവാനിടയായി. ഹല്ലേലൂയ. വലിയ വിടുതൽ ആ സമയം ദൈവം അയക്കുവാനിടയായി തീർന്നു. എന്നാൽ ഞാൻ പറയട്ടെ ദൈവമക്കളെ, ഞാൻ
വിളിച്ച് ഹല്ലേലൂയ വൈകിട്ട് ഞാൻ കുഞ്ഞിനെ വിളിച്ച് ഹല്ലേലൂയ മോനെ നിന്നോടുള്ള വാഗ്ദത്തം നിറവേറാൻ പോകുകയാ. നിനക്ക് വിരോധമായി നിന്ന് ദുഷ്ടശക്തി ആത്മാവിൽ പോരാടി ജയിക്കുവാൻ ഇടയായി തീർന്നു മക്കളെ. നിനക്ക് വേണ്ടി ഒരു ദൂരയാത്ര ദൈവം വച്ചിരിക്കുന്നു. കനലിൽ മേൽച്ചുട്ട അടയും തുരുത്തിയിൽ വെള്ളവും തന്ന് ദൈവം നിനക്ക് ആത്മീയത്തിലും ഭൗതികത്തിലും നിന്നെ ശ്രേഷ്ഠമായി അനുഗ്രഹിക്കുന്ന ഒരു വഴി നിനക്ക് വേണ്ടി തുറക്കപ്പെടുന്നു എന്ന് പറഞ്ഞപ്പോൾ അവൻ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, മമ്മി ഞാൻ ഹല്ലേലൂയ ഇന്ന് ഞാൻ വന്നിട്ട് ഞാൻ സ്കൂട്ടറും ബൈക്കും എടുത്തുകൊണ്ട് അല്പ സാധനങ്ങൾ മേടിക്കാൻ പെട്രോൾ അടിക്കാൻ പമ്പിലേക്ക് പോകുന്ന സമയത്ത് അവൻ എന്നും ഹല്ലേലൂയ കടന്നു വന്നിട്ട് ഹല്ലേലൂയ ആ കുഞ്ഞിനെ കൊണ്ടാണ് അവിടെ വീട്ടിലെ ജോലി. അന്ന് കുഞ്ഞിന് 1.5 വയസ്സേ ഉള്ളൂ. അപ്പോൾ ജോലിയും കഴിഞ്ഞിട്ട് ഹല്ലേലൂയ അവൻ വന്നതിന് ശേഷം ആ വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങിക്കാനും ഒക്കെ. അപ്പോഴെല്ലാം വീട്ടിലെ ജോലി ഒന്ന് ചെയ്യുമ്പോൾ നിഷിമോൾ ഒറ്റയ്ക്കേ ഉള്ളല്ലോ, അവള് ജോലി ചെയ്യേണ്ടേനെ ഇവൻ കുഞ്ഞിനെയും കൂടെ ബൈക്കിൽ ഇരുത്തി കൊണ്ടുപോകുക പതിവ്. അന്ന് ഇവൻ റൂമിൽ ഇരുന്ന് കളിപ്പാട്ടങ്ങൾ വെച്ച് ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്ക് അവന്റെ പപ്പ പോകുന്നത് കണ്ട അവന് കൂടെ പോയേ പറ്റത്തുള്ളൂ. അന്ന് വന്നോട്ട് പറഞ്ഞു, മോനെ നോനു വാ നമുക്ക് പോകാം എന്ന് പറഞ്ഞപ്പം പറഞ്ഞില്ല, അച്ചാച്ചൻ അവനെ വിളിക്കുന്നത്, അച്ചാച്ചൻ നോനു വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോഴും പിന്നെയും നിർബന്ധിച്ച് വിളിച്ച് വീട്ടിലെ ജോലി എന്തെങ്കിലും മോക്ക് ചെയ്യണമെങ്കിൽ ഇവനെ കൊണ്ടുപോകണമല്ലോ, അല്ലെങ്കിൽ അവൻ ശല്യപ്പെടുത്തും. അപ്പോഴേ പറഞ്ഞു, പിന്നെയും പറഞ്ഞു വാ മോനെ നമുക്ക് പോകാന്ന് പറഞ്ഞു. പറഞ്ഞില്ല നോനു വരുന്നില്ല, അച്ചാച്ചൻ പോയിക്കോ. അങ്ങനെ കുഞ്ഞിനെ ഇവിടെ ആക്കിയിട്ട് അവൻ പോകുന്ന സമയത്ത് ദൈവമക്കളെ പറയട്ടെ, പെട്രോൾ അടിക്കാൻ പോകുമ്പോൾ ഹല്ലേലൂയ അടുത്തൊരു സ്ഥലത്ത് നിന്ന് അങ്ങോട്ട് ചെല്ലുമ്പോഴേ വേറൊരു വണ്ടി വന്നിട്ട് കുഞ്ഞ് തെറിച്ച് ബൈക്കിൽ നിന്നും തെറിച്ച് വീണ് അവന് ഹല്ലേലൂയ അസ്ഥികളൊന്നും ഓടിഞ്ഞില്ല എങ്കിലും അവന് വേറെ പരിക്കുകൾ സംഭവിക്കുവാൻ ഇടയായി തീർന്നു. വെല്ലുവിളിച്ചു നിൽക്കുന്ന അവന്റെ ജീവനോട് പോരാടിക്കൊണ്ടിരുന്ന അന്ധകാര ശക്തി ഒരു ചെറിയ രീതിയിൽ അവരോട് പോരാടി വിട്ടുപോകുവാൻ ഇടയായി തീർന്നു. ദൈവമക്കളെ അവന്റെ മുട്ടും കാലും ശരീരമാസകലം മുറിഞ്ഞ് കീറി, പക്ഷെ അസ്ഥികളൊന്നും തകർന്നില്ല. അവന്റെ ജീവൻ ഒരു കേട് സംഭവിച്ചില്ല, അവന്റെ ആയുസിന് ഒരു ദോഷവും സംഭവിച്ചില്ല. അന്ന് അവനോടുള്ള വെല്ലുവിളിച്ചു നിന്ന ആ പൈശാചിക ശക്തി വിട്ടുമാറി കുഞ്ഞിന് മുൻപിൽ വാതിലുകൾ തുറക്കപ്പെടുവാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് ഹല്ലേലൂയ UK-ലേക്കുള്ള ഒരു ഹല്ലേലൂയ ഒരു ഇതിങ്ങനെ ഇന്റർവ്യൂവിന്റെ ഇത് കണ്ട് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തു. ജസ്റ്റ് ഒന്ന് ടെലികോ എഞ്ചിനീയർമാരെ എടുക്കുന്നു എന്നിങ്ങനെ ഒരു ഇത് കണ്ടപ്പോൾ, ഒരു വേക്കൻസി കണ്ടപ്പോൾ കുഞ്ഞ് വെറുതെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തു. അപ്ലൈ ചെയ്തിട്ട് അവർ കൊടുത്തിരിക്കുന്ന ക്വാളിഫിക്കേഷൻ ബിടെക്കും പോളിടെക്നിക്കും ഒക്കെ ഉള്ളവർക്കാണ് എടുത്തിരിക്കുന്നത്. പക്ഷെ മോന് ബിടെക്കും ഇല്ല, പോളിടെക്നിക്കും ഇല്ല. മോൻ ബികോമും കഴിഞ്ഞ 6 മാസത്തെ ഫൈബർ ഒപ്റ്റിക് ടെക്നോളജി മാത്രം പഠിച്ചതാണ്. അതിന് ബിടെക് പഠിച്ചിട്ടില്ല, പോളിടെക്നിക്ക്. വെറുതെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തു. അപ്ലൈ ചെയ്തിട്ട് ഇവനെ ഇന്റർവ്യൂവിന് വിളിച്ചു കഴിഞ്ഞു. ഹല്ലേലൂയ ഇവന് 7 വർഷത്തെ റിലയൻസിലെ എക്സ്പീരിയൻസ് ഉണ്ട്. അങ്ങനെ എക്സ്പീരിയൻസ് കണ്ടുകൊണ്ടാണ് ഇവരവനെ വിളിക്കുന്നത്. അങ്ങനെ ഇന്റർവ്യൂ ചെയ്തിട്ട് ഇന്റർവ്യൂവിലും അവൻ ശ്രേഷ്ഠമായിട്ട് അത് പാസ്, അവർ പ്രതീക്ഷിച്ചതിലും നിലകളിലെ ഇന്റർവ്യൂ അവന് ഹല്ലേലൂയ നന്നായിട്ട് ചെയ്യാൻ കഴിഞ്ഞു. അങ്ങനെ ഇവരിവനെ സെലക്ട് ചെയ്തു. അതിന്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ വാല്യുവേഷൻ ചെയ്യുന്ന അടുത്തേക്ക് സർട്ടിഫിക്കറ്റ് അയച്ചപ്പോൾ ഇവന് ബിടെക്കും ഇല്ല, പിന്നെ പോളിടെക്നിക് സർട്ടിഫിക്കറ്റ് ഇവനില്ല. ഇവന്റെ ക്വാളിഫിക്കേഷൻ ബികോം 6 മാസത്തെ ഫൈബർ ഒപ്റ്റിക് ടെക്നോളജി പഠിച്ച ക്വാളിഫിക്കേഷൻ അവർ റിജക്ട് ചെയ്തു. അങ്ങനെ നിരാശപ്പെട്ട് ഇരുന്ന് അത് കഴിഞ്ഞിട്ട് വീണ്ടും നിഷിമോള് പറഞ്ഞു, അച്ചാച്ച വേറെ ഒരു വേക്കൻസി ഇതുപോലെ വന്ന് UK-ലേക്ക്, അച്ചാച്ച ഒന്നുകൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്ക്. ചുമ്മാതെ വെറുതെ ഒന്ന് അപ്ലൈ ചെയ്തു. ദൈവകൃപയാൽ പറയട്ടെ, ഈ കമ്പനിയിൽ തന്നെ ആയിരുന്നെന്ന് തോന്നുന്നു. ദൈവകൃപയാൽ പറയട്ടെ ദൈവമക്കളെ ഹല്ലേലൂയ അവര് പറഞ്ഞു, ഇവന്റെ എക്സ്പീരിയൻസ് നോക്കിയിട്ട്, ഇവന് ഇന്റർവ്യൂ ചെയ്തപ്പോ അവന്റെ കഴിവ് നോക്കിയിട്ട് ആ കമ്പനി പറഞ്ഞു, ബിടെക്കും വേണ്ട, പോളിയുടെ സർട്ടിഫിക്കറ്റും വേണ്ട, നിന്നെ ഞങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. അവനെ സെലക്ട് ചെയ്യുവാനിടയായി. ബിടെക്കുകാര് പോളിടെക്നിക്കുകാരും അവരെ മാത്രമേ സെലക്ട് ചെയ്യൂ എന്ന് പറഞ്ഞ സ്ഥാനത്ത് ബികോം 6 മാസത്തെ ഫൈബർ ടെക്നോളജി മാത്രം പഠിച്ച ഇവനെ ഒരു ടെലികോം എഞ്ചിനീയർ ആയിട്ട് അവർ സെലക്ട് ചെയ്തെടുക്കുവാൻ ഇടയായി. അവർ സെലക്ട് ചെയ്തിട്ട് ഹല്ലേലൂയ ഹൈദരാബാദിലേക്ക് 3 മാസത്തെ ട്രെയിനിങ്ങിനായിട്ട് അവർ വിളിച്ചു. അങ്ങനെ 3 മാസത്തെ ട്രെയിനിങ്ങിൽ കുഞ്ഞ് ഹൈദരാബാദിൽ പോയി. അവരുടെ കമ്പനിയുടെ ഫുൾ ചെലവോടെ അവർ ട്രെയിനിങ് നടത്തി. എന്നിട്ട് പോകാൻ 3 മാസത്തെ വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. അവരുടെ വിസ പ്രോസസ്സിങ്ങും കാര്യങ്ങളും എല്ലാം നടക്കേണ്ടതിന് ആ 3 മാസം അവൻ 23,000 രൂപ വീതം പ്രതിമാസം സ്റ്റൈഫൻഡ് ഇങ്ങോട്ട് കൊടുത്തുകൊണ്ടിരുന്നു. ദൈവം എത്ര വലിയവനാണ് ദൈവമക്കളെ. ഇങ്ങോട്ട് സ്റ്റൈഫൻഡ് കൊടുത്തുകൊണ്ടിരുന്നു. 3 മാസമായപ്പോഴത്തെ വിസ പ്രോസസ്സിങ് കാര്യങ്ങളും മെഡിക്കൽ എല്ലാം കഴിഞ്ഞു. 1 രൂപ പോലും ഞങ്ങളുടെ കയ്യിൽ നിന്ന് ചെലവാവാതെ അവന് ഒരു ടെലികോം എഞ്ചിനീയർ ആയിട്ട് ബ്രിട്ടീഷ് ടെലികോമിൽ അവന് ജോലി കൊടുക്കുവാൻ ഇടയായി തീർന്നു. ദൈവത്തിന്റെ മക്കളെ ഹല്ലേലൂയ നമ്മുടെ തലമുറയുടെ നന്മയും ഭാവിയെയും ആമേൻ വിദ്യാഭ്യാസത്തെ പോരാടുന്ന ഹല്ലേലൂയന്റെ തടയുന്ന അന്ധകാര ശക്തിയെ കണ്ട് അതിന്റെ മേൽ ആത്മാവിൽ പ്രാർത്ഥിച്ച് പോരാടി ജയമെടുക്കാൻ കഴിയുന്ന
ചെയ്യുന്നുവെങ്കിൽ ഹല്ലേലൂയ, നമ്മുടെ തലമുറയോടുള്ള വാഗ്ദത്തങ്ങളൊക്കെ ദുഷ്ടൻ തടഞ്ഞു വെക്കും ദൈവമക്കളെ. എന്നാൽ ആത്മാവിൽ പോരാടുന്നവരാണെങ്കിൽ അതിനെ തിരിച്ചറിഞ്ഞ് അതിന്റെ മേൽ ജയം പ്രാപിച്ച നിന്റെ കുഞ്ഞുങ്ങളോട്, എന്റെ കുഞ്ഞുങ്ങളോട്, നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സംസാരിച്ചിട്ടുള്ളത് നിറവടിയായി നിറവേറുവാൻ ഇടയായി തീരുമെന്ന് ദൈവത്തിന്റെ ആലോചനയായി നിങ്ങളോട് ഞാൻ പറയട്ടെ. എങ്ങനെയെങ്കിലും നിങ്ങൾ കുഞ്ഞുങ്ങളെ ഓർത്ത് ഭാരപ്പെടുന്നെങ്കിൽ നിങ്ങൾ അവരുടെ തലമേൽ അഭിഷേകമുള്ള കരം വെച്ചിട്ട് നിങ്ങൾ അവർക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കണം. അവരിലുള്ള അന്ധകാര ശക്തികൾ വിട്ടുമാറുവാൻ ഇടയായി തീരും. അവരുടെ ഭാവിയിലേക്ക് അവരെ നടത്താതെ, അവരുടെ ദൈവിക വാഗ്ദത്തങ്ങളിലേക്ക് അവരെ നടത്താതെ, അവരുടെ ഭൗതിക ജീവിതത്തെയും ആത്മീയ ജീവിതത്തെ ഒതുക്കിക്കളയുന്ന ദുഷ്ടനെ കണ്ടുണർന്ന് നിങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിച്ച് അന്യഭാഷയിൽ പ്രാർത്ഥിച്ച് അതിന്മേൽ ജയം എടുക്കുന്നുവെങ്കിൽ നിങ്ങളുടെ തലമുറ ദൈവം പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തത്തിലേക്ക് എത്തുവാൻ ഇടയായി തീരും. നമ്മൾ വിശ്വാസമുള്ളവരായിരിക്കണം, നമ്മൾ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. അടുത്തത്, ഒന്നാമത് വിശ്വാസം നമുക്ക് വേണം, നമുക്ക് ആത്മാവിൽ പ്രാർത്ഥിക്കാം. ഇന്ന് ഞാൻ പറയട്ടെ ദൈവമക്കളെ, അവൻ ബ്രിട്ടീഷ് ടെലികോം എഞ്ചിനീയറായിട്ട് അവൻ വർക്ക് ചെയ്യുന്നു. മാന്യമായ നല്ല ശമ്പളം. 1 രൂപ നമുക്ക് അവൻ വിദേശത്ത് പോകുന്നതിന് ചെലവാക്കേണ്ടി വന്നില്ല. 1 രൂപ അവൻ ഇവിടുന്ന് എയർപോർട്ടിൽ വരെ ചെല്ലുന്ന ടാക്സി കൂലി വരെ കമ്പനി കൊടുത്താണ് അവരെ കൊണ്ടുപോയത്. 1 രൂപ പോലും നമ്മുടെ കയ്യിൽ നിന്ന് ചെലവിടാതെ ഇന്ന് അവൻ UK വർക്ക് ചെയ്യുന്നു. കമ്പനിക്ക് ഏറ്റവും പ്രിയമുള്ളവനായി കമ്പനിയിൽ ഹല്ലേലൂയ അവർ അച്ചീവ്മെന്റ് അവാർഡ് പലപ്പോഴും കൊടുത്തിരിക്കുന്നു. ദൈവത്തിന്റെ കൃപയൊന്നു മാത്രം, ദൈവത്തിന്റെ കരുണയൊന്നു മാത്രം, ഹല്ലേലൂയ, ദൈവത്തിന്റെ ദൈവമൊന്നു മാത്രം. ഇന്ന് കുടുംബമായവർ ഹല്ലേലൂയ ജോലിയോടുള്ള ബന്ധത്തില് 2 പേരും അവിടെ ആയിരിക്കുന്നു, കുഞ്ഞു സന്തോഷമായിട്ട് അവിടെ ആയിരിക്കുന്നു. ദൈവമക്കളെ, നമുക്ക് ഒന്നാമത് വിശ്വാസം വേണം, രണ്ടാമത് നമ്മൾ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം, മൂന്നാമതായിട്ട് നമ്മൾ യേശുവിന്റെ നാമത്തിൽ ജയം എടുക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കൊരു വാക്യം വായിക്കാം. ശമൂവേലിന്റെ പുസ്തകം 17-ാം അധ്യായം, 1 ശമൂവേൽ 17-ാം അധ്യായം അതിന്റെ 46-ാമത്തെ വാക്യം. യഹോവ ഇന്ന് നിന്നെ എന്റെ കയ്യിൽ ഏൽപ്പിക്കും, ഞാൻ നിന്നെ കൊന്ന് നിന്റെ തല ഛേദിച്ചു കളയും. അത്രയുമല്ല, ഞാൻ ഇന്ന് ഫെലീസ്യ സൈന്യങ്ങളുടെ ശവങ്ങളെ ആകാശത്തിലെ പക്ഷികൾക്ക് ഭൂമിയിലെ മൃഗങ്ങൾക്ക് ഇരയാക്കും. ഇസ്രായേലിൽ ഒരു ദൈവമുണ്ടെന്ന് സർവ്വഭൂമി അറിയും. യഹോവ വാൾ കൊണ്ടും കുന്തം കൊണ്ടുമല്ല രക്ഷിക്കുന്നത്. ദാവീദ് പറയുകയാണ്, ദാവീദ് ഫെലീസ്യനോട് പറഞ്ഞത്, നീ വാളും കുന്തവും വേലുമായി എന്റെ നേരെ വരുന്നു, ഞാനോ നീ നിന്ദിച്ചിട്ടുള്ള ഇസ്രായേൽ നിരകളുടെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ ഞാൻ നിന്റെ നേരെ വരുന്നു. ഹല്ലേലൂയ. നമ്മൾ ശത്രുവിന്റെ നേരെ യഹോവയുടെ നാമത്തിൽ ചെല്ലണം. നമ്മൾ യേശുവിന്റെ നാമം പറഞ്ഞു പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. നമ്മൾ യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുന്നവരായിരിക്കണം. യേശുവിന്റെ നാമം പറഞ്ഞ് പ്രാർത്ഥിക്കണം. നമുക്കറിയാം, ദാവീദിന്റെ നേരെ വെല്ലുവിളിച്ചു നിന്ന അജാനുവാഹുവായ ഗോലിയാത്ത് പറയുകയാണ്, ഹല്ലേലൂയ, നീ ഒരു നായയുടെ പോലെ നീ എന്റെ അടുക്കൽ വരുന്നു. ഇന്ന് ഞാൻ ഹല്ലേലൂയ നിന്നെ കൊന്ന് പക്ഷികൾക്കും മൃഗങ്ങൾക്കും ഞാൻ ആഹാരമായി ഇട്ടുകൊടുക്കുമെന്ന് ആമേൻ ഹല്ലേലൂയ ഒരു ഹാസ്യമായ നിലകളിൽ ദാവീദിനെ വെല്ലുവിളിച്ച ആ ദാവീദ് പറയുകയാണ്, ഹല്ലേലൂയ, ദാവീദിന് പറയുവാൻ ഒന്നുമില്ല, ആയുധങ്ങളില്ല, അവന്റെ കയ്യിൽ ഹല്ലേലൂയ വാളില്ല, മറ്റൊന്നുമില്ല, ഹല്ലേലൂയ. എന്നാൽ അവന് പറയുവാനുണ്ട്, ഹല്ലേലൂയ, ഞാൻ ആത്മാവിൽ ഹല്ലേലൂയ നിന്റെ നേരെ വരുന്നു, യേശുവിന്റെ നാമത്തിൽ ഞാൻ നിന്റെ നേരെ വരുന്നു. ദാവീദിന് പറയുവാൻ ചില അനുഭവങ്ങളുണ്ട്. ദാവീദ് അപ്പന്റെ ആടുകളെ മേച്ച് വനാന്തരങ്ങളിലായിരുന്നപ്പോൾ ഹല്ലേലൂയ അവന്റെ ആടുകളെ പിടിക്കുവാൻ കടന്നു വന്ന ഒരു സിംഹത്തെയും ഒരു കരടിയെയും ഹല്ലേലൂയ അവൻ വലിച്ചു കീറി കൊന്നു കളഞ്ഞു. ചില അനുഭവങ്ങൾ ദാവീദിന് പറയുവാനുണ്ട്. ദൈവത്തിൽ നിന്ന് പ്രാപിച്ച അഭിഷേകം മുഖാന്തരം, യഹോവയുടെ നാമം മുഖാന്തരം 2 ശത്രുവായ കരടിയെയും സിംഹത്തെയും ഹല്ലേലൂയ വലിച്ചു കീറി കൊന്നു കളഞ്ഞുവെങ്കിൽ ചില അനുഭവങ്ങൾ ദാവീദിന് പറയാനുണ്ട്. ദാവീദ് പറയുകയാണ്, നീ നിന്ദിക്കുന്ന ഹല്ലേലൂയ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ നാമത്തിൽ ഞാൻ നിന്റെ നേരെ വരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ, ഹല്ലേലൂയ, നമ്മൾ യഹോവയുടെ നാമം പറഞ്ഞു പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ നാമം പറഞ്ഞു പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. യഹോവയുടെ നാമത്തിന് മുൻപാകെ ഒരു നാമത്തിന് നിൽക്കാൻ കഴിയില്ല, ഒരു പൈശാചിക ശക്തിക്ക് നിൽക്കാൻ കഴിയില്ല. ദൈവമക്കളെ, അങ്ങനെയെങ്കിൽ യഹോവയുടെ നാമം പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കണം. യേശുവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവിൽ പ്രാർത്ഥിക്കണം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, യേശുവിന്റെ നാമം പറഞ്ഞ് നാം പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. ഹല്ലേലൂയ. അത് കഴിഞ്ഞിട്ട് ഹല്ലേലൂയ യേശുവിന്റെ രക്തത്തിൽ ആശ്രയിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. വെളിപ്പാട് പുസ്തകത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഹല്ലേലൂയ
വെളിപ്പാട് പുസ്തകത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഹല്ലേലൂയ അതിന് 12:11 വെളിപ്പാട് ദിവസം 12:11 ഇങ്ങനെ പറയുന്നു, അവർ അവനെ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായിട്ടും ജയിച്ചു, മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല. മതി സിസ്റ്റർ, മതി. അവർ അവനെ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചന ഹേതുവായിട്ടും ജയിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ കർത്താവിന്റെ രക്തത്താൽ ആശ്രയിച്ച് നമ്മൾ ശത്രുവിനെ ജയിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. കുഞ്ഞാടിന്റെ രക്തം, ഹല്ലേലൂയ, കാൽവറിയിൽ ഹല്ലേലൂയ അവസാനത്തുള്ളി രക്തം വരെ ഊറ്റി തന്റെ ജനത്തെ വീണ്ടെടുത്ത ആമേൻ ശത്രുവിനെ ഹല്ലേലൂയ തലയെ തകർത്ത് അതിന്മേൽ ജയഘോഷം കൊണ്ടാടിയ യേശുവിന്റെ രക്തം കൊണ്ട് നമുക്ക് ജയം തരുവാൻ ഹല്ലേലൂയ യേശുവിന്റെ രക്തത്താൽ നമ്മൾ ജയം പ്രാപിക്കുന്നവരായിരിക്കണം. യേശുവിന്റെ രക്തത്തിൽ ആശ്രയിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളെ യേശുവിന്റെ രക്തം കൊണ്ട് മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. അവർ കടന്നു പോകുന്ന ഇടങ്ങളിൽ യേശുവിന്റെ രക്തം അവർക്ക് മുദ്രയായിരിക്കണം. നമുക്കറിയാം ഹല്ലേലൂയ ഇസ്രായേലിൽ നിന്ന് സംഹാരത്തിൽ നിന്നും ഹല്ലേലൂയ കുഞ്ഞാടിന്റെ രക്തം അടയാളമാക്കിയ ഇസ്രായേൽ ജനത്തിന്റെ ഹല്ലേലൂയ നടുവിൽ സംഹാരകൻ കടന്നു വരാതെ കുഞ്ഞാടിന്റെ രക്തം കണ്ടുകൊണ്ട് സംഹാരകൻ വഴി മാറിപ്പോയെങ്കിൽ ഹല്ലേലൂയ നമ്മളെ തകർക്കുന്ന, നമ്മുടെ തലമുറകളെ തകർക്കുവാൻ പോരാടി നിൽക്കുന്ന ദുഷ്ടപിശാചിനെ യേശുവിന്റെ രക്തത്താൽ കുഞ്ഞാടിന്റെ രക്തത്താൽ നമുക്ക് ജയിക്കുവാൻ കഴിയും ദൈവമക്കളെ. ഹല്ലേലൂയ ആളുകളിൽ ഹല്ലേലൂയ നമ്മൾ കുഞ്ഞാടിന്റെ രക്തത്താൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. നമ്മൾ ഒന്നാമത് വിശ്വാസത്താൽ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. രണ്ടാമത് ആത്മാവിൽ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. മൂന്നാമത് ഹല്ലേലൂയ നമ്മൾ യേശുവിന്റെ നാമത്തിൽ അല്ലെ യഹോവയുടെ നാമത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. നാലാമതായിട്ട് യേശുവിന്റെ രക്തത്തിൽ ആശ്രയിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. അവിടെയൊക്കെ ജയം കൊണ്ടാടുവാൻ നമുക്ക് കഴിയും ദൈവമക്കളെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിട്ട് പറയുകയാണ് അവർ അവനെ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചന ഹേതുവായിട്ടും ജയിച്ചു. ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ പരാജയത്തിന്റെ സാക്ഷ്യം ഞായറാഴ്ച നമ്മൾ സഭായോഗത്തിൽ ചെന്ന കൂടുതലും നമുക്ക് പരാജയത്തിന്റെ സാക്ഷ്യമാണ് കേൾക്കാനുള്ളത് ദൈവമക്കളെ. അതല്ല, ഒരാഴ്ചക്കാലം നമ്മളെ ജീവനോട് ദൈവസഭയ്ക്കുള്ളിൽ ദൈവം കൊണ്ടു ചെന്നെങ്കിൽ നമ്മൾ പരാജയത്തിന്റെ സാക്ഷ്യമല്ല പറയേണ്ടത്. കഴിഞ്ഞ ഒരാഴ്ചക്കാലം എന്നെ ജയത്തോടെ ദൈവം നടത്തി, ശത്രുവായി വീഴുവാൻ തക്കവണ്ണം എന്നെ തള്ളി, എങ്കിലും വീഴാതെ വണ്ണം ദൈവം തന്റെ കരങ്ങളിൽ എന്നെ വഹിച്ചു. എനിക്ക് ശാരീരികമായി ബുദ്ധിമുട്ടുകളിൽ കൂടി ഞാൻ കടന്നുപോയി, ഞാൻ സങ്കടങ്ങളിൽ കൂടി കടന്നുപോയി. അവിടെയൊക്കെ കർത്താവിന്റെ ജയത്തോടെ നിർത്തി. വിടുതലിന്റെ സാക്ഷ്യം നീ പറയുമ്പോൾ ഒരു സാക്ഷ്യത്തെ ഉളവാക്കുന്നതായിരിക്കണം. ഹല്ലേലൂയ. പുതുതായി നമ്മുടെ സഭകളിൽ ഒരു പുതിയതായൊരു വിശ്വാസി കടന്നു വന്ന നമ്മുടെ സാക്ഷ്യം കേട്ടിട്ട് അവർ പിന്മാറി പോകുവാനല്ല. ഹല്ലേലൂയ. നമ്മുടെ ജയത്തിന്റെ സാക്ഷ്യം കേട്ടിട്ട് അവർ വിശ്വാസത്തിൽ ഉറക്കപ്പെടുവാൻ ഇടയായി തീരണം ദൈവമക്കളെ. നമ്മൾ ജയത്തിന്റെ സാക്ഷ്യം പറയുന്നവരായിരിക്കണം. ഹല്ലേലൂയ. ജയത്തിന്റെ സാക്ഷ്യം, നമ്മൾ പരാജയപ്പെട്ടവനെ അല്ല പിൻപറ്റുന്നത്, ജയിച്ച് ജയാളിയായ കർത്താവിനെ ശത്രുവിന്റെ തലയെ ഹല്ലേലൂയ കാൽവറിയിൽ തകർത്ത് ജയഘോഷം കൊണ്ടാടിയ ഒരു ക്രിസ്തുവിനെയാണ് നമ്മൾ പിൻപറ്റുന്നത്. അങ്ങനെയെങ്കിൽ നമ്മൾ പരാജയപ്പെടുവാനുള്ളവരല്ല. ആമേൻ. നമ്മൾ ജയത്തോട് മുന്നേറേണ്ടവരാണ്. ഒരു പുതിയ വിശ്വാസി നമ്മുടെ സഭയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹല്ലേലൂയ ഒരുപക്ഷെ അവർ സാമ്പത്തികമായി വളരെ കഷ്ടതയിൽ കൂടി ആയിട്ട് ഒരു വിടുതൽ കിട്ടും പ്രാർത്ഥിച്ചാലെന്ന് വിചാരിച്ചായിരിക്കും നമ്മുടെ ഇടയിലേക്ക് കടന്നു വരുന്നത്. അല്ലെങ്കിൽ ഹല്ലേലൂയ നിൽക്കക്കള്ളി ഇല്ലാതെ ആമേൻ ഹല്ലേലൂയ ആത്മഹത്യക്ക് ഒരുങ്ങിയിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. എന്നാൽ ഇവരുടെ ഇടയിൽ പോയി ഒന്ന് പ്രാർത്ഥിച്ചാൽ ഒരു നീക്കുപോക്കുണ്ടെങ്കിൽ ആകട്ടെ എന്ന് വിചാരിച്ചായിരിക്കും നമ്മുടെ ഇടയിലേക്ക് ഒരു സഭായോഗത്തിന് കടന്നു വരുന്നത്. അല്ലെങ്കിൽ രോഗത്താലോ ഭാരപ്പെട്ടിട്ടു എങ്ങൊന്നും വിടുതൽ കിട്ടാതെ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ഇവരുടെ ഇടയിൽ പോയാൽ എനിക്ക് വിടുതൽ കിട്ടും, ഇവരങ്ങനെ പ്രസംഗിക്കുന്നവരാണല്ലോ, ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചായിരിക്കും നമ്മുടെ ഇടയിലേക്ക് കടന്നു വരുന്നത്. എന്നാൽ നീ പരാജയത്തിന്റെ സാക്ഷ്യം പറഞ്ഞ ആ വിശ്വാസ ജീവിതത്തിൽ നിലനിൽക്കാതെ പിന്നെയോ ഒരു ഹല്ലേലൂയ ആത്മഹത്യയിലേക്കോ കടഭാരത്തിലേക്കോ സങ്കടത്തിലേക്കോ അവർ മാറിപ്പോകുന്ന അനുഭവങ്ങളായി തീരും. അതുകൊണ്ട് ജയത്തിന്റെ സാക്ഷ്യം പറയുന്നവരായിരിക്കണം. ഒരാഴ്ചക്കാലം നമ്മളെ ജീവനോട് ദൈവാലയത്തിൽ കൊണ്ടു ചെന്നെങ്കിൽ അത് നമ്മൾ ജയത്തിന്റെ സാക്ഷ്യമാണ്. നമ്മൾ പരാജയപ്പെട്ട് എത്രയോ പേര് രോഗക്കിടക്കയിൽ ആയിത്തീരുമ്പോഴാണ് നമ്മൾ ഹല്ലേലൂയ ആയുസ്സോടെ ആരോഗ്യത്തോടെ ബലത്തോടെ, ഒരുപക്ഷെ ശരീരത്തിൽ അല്പം ക്ലേശം കാണും ഹല്ലേലൂയ, ചിലപ്പം ചില വേദനകൾ കണ്ടെന്നിരിക്കും, അല്ലെങ്കിൽ ഹൃദയത്തിൽ ചില സങ്കടങ്ങൾ കണ്ടെന്നിരിക്കും. അത് നമ്മൾ ദൈവസന്നിധി ചെന്നിട്ട് പരാജയമായിട്ട് പറയരുത്. എന്നിട്ട് നമുക്ക് രോഗമുണ്ടെങ്കിൽ പറയണം, എനിക്ക് ഇന്ന വയ്യാഴികയുണ്ട്, എന്നെ ഓർത്തൊന്ന് പ്രാർത്ഥിച്ചോണേ. പക്ഷെ പരാജയത്തിന്റെ വാക്കുകൾ നമ്മൾ പറയരുത്. കാരണം പരാജയത്തിന്റെ വാക്ക് പറഞ്ഞാൽ ശത്രു അപ്പുറത്തു നിന്ന് ചിരിക്കും, എനിക്ക് ഇവളെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞു,
കഴിഞ്ഞ ഒരാഴ്ച മുഴുവൻ ഞാൻ അവളെ പിന്തുടർന്നു. ഇവളെ വല്ലാതെ ക്ഷീണിപ്പിച്ചു, അല്ലെ വല്ലാതെ രോഗം കൊടുത്തു, അല്ലെ മാനസികമായി ട്രസ്റ്റ് കൊടുത്തു. അവിടെ ഞാൻ ജയിച്ചിരിക്കുന്നു, അവള് പരാജയപ്പെട്ടു പോയി. ആമേൻ. പരാജയത്തിന്റെ സാക്ഷ്യം നിങ്ങൾ പറയരുത് ദൈവമക്കളെ. ജയത്തിന്റെ സാക്ഷ്യം പറയുന്നവരായിരിക്കാൻ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് ഹല്ലേലൂയ സാക്ഷ്യവചനങ്ങൾ കൊണ്ട് നമ്മൾ ശത്രുവിനെ ജയിക്കുന്നവരായി തീരണം. ഒന്നാമത് വിശ്വാസത്താൽ നമ്മൾ ജയിക്കണം. രണ്ടാമത് ആത്മാവിൽ പോരാടി അന്യഭാഷയിൽ പറഞ്ഞ് നമ്മൾ ശത്രുവിനെ ജയിക്കുന്നവരായിരിക്കണം. മൂന്നാമത് യേശുവിന്റെ നാമം പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിച്ച് ജയമെടുക്കുന്നവരായിരിക്കണം. നാലാമത് യേശുവിന്റെ രക്തത്തിൽ ആശ്രയിച്ച് ഹല്ലേലൂയ നമ്മൾ ജയം പ്രാപിക്കുന്നവരായി തീരണം. അഞ്ചാമതായിട്ട് നമ്മുടെ സാക്ഷ്യവചന ഹേതുവായി ഹല്ലേലൂയ ജയത്തിന്റെ സാക്ഷ്യം പറയുന്നവരായിരിക്കണം. പരാജയത്തിന്റെ സാക്ഷ്യമല്ല, ജയത്തിന്റെ സാക്ഷ്യം. ഈ ലോകത്തിൽ നമുക്ക് കഷ്ടമുണ്ട് ദൈവമക്കളെ. ഇത് ഹല്ലേലൂയ പട്ടുമെത്തയല്ല. സംഘർഷങ്ങൾ കൂടി വരികയാണ്. നമ്മൾ പരാജയം പറഞ്ഞാൽ ശത്രു നമ്മളെ കീഴടക്കി കളയും, ശത്രുവിന്റെ കാൽ കീഴിൽ നമ്മളെ ആക്കി കളയും. ഹല്ലേലൂയ ഹല്ലേലൂയ കർത്താവ് ഹല്ലേലൂയ ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നു, സ്ത്രീയുടെ സന്തതി ശത്രുവിന്റെ തലയെ തകർക്കും. അത് സംഭവിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ യേശു കർത്താവ് ഹല്ലേലൂയ സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർത്ത് കളഞ്ഞു. ആമേൻ. കാൽവറിയിൽ അവന്റെ തല തകർന്നു പോയി. ഇനി ബാക്കിയുള്ള ഭാഗം കൊണ്ട് അവന് പോരാടാൻ പറ്റൂ ദൈവമക്കളെ. അങ്ങനെയെങ്കിൽ നമ്മൾ പിശാചിന് കീഴടങ്ങി കൊടുക്കുന്നവരല്ല, ജയത്തിന്റെ സാക്ഷ്യം പറയുന്നവരായിരിക്കണം. ക്രിസ്തുവിന്റെ കാൽവറി രക്തത്തിൽ നമ്മൾ ആശ്രയിച്ച് ജയം പ്രാപിക്കുന്നവരായി തീരണം. ഹല്ലേലൂയ നമ്മൾ ജയത്തിന്റെ കൊടി ഉയർത്തുന്നവരായി തീരണം. നമുക്ക് അവസാനമായി ഹല്ലേലൂയ 20-ാം സങ്കീർത്തനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഹല്ലേലൂയ 20-ാം സങ്കീർത്തനം 20-ാം സങ്കീർത്തനത്തിൽ ഹല്ലേലൂയ അതിന്റെ 7-ാം വാക്യത്തിൽ പറയുന്നു, ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു, ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കും. ഹല്ലേലൂയ ചിലർക്ക് ആശ്രയിക്കുവാൻ, ഈ ലോക മനുഷ്യൻ ആശ്രയിക്കുവാൻ രഥമുണ്ട്, കുതിരയുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ അവർക്ക് പല ആയുധങ്ങളുണ്ട്. എന്നാൽ ഹല്ലേലൂയ ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കും. നമ്മൾ കർത്താവിന്റെ നാമത്തെ കീർത്തിക്കുന്നവരായിരിക്കണം. കർത്താവിന്റെ നാമത്തെ നമ്മൾ ഉയർത്തുന്നവരായിരിക്കണം. നമ്മൾ പരാജയത്തിന്റെ വാക്ക് പറഞ്ഞ് പിന്മാറി ഹല്ലേലൂയ ശത്രുവിന് ജയം കൊടുക്കുന്നവരല്ല. ഹല്ലേലൂയ നമ്മൾ ജയത്തിന്റെ വാക്കുകൾ പറയുന്നവരായിരിക്കും. ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കും. എന്നാൽ രഥങ്ങളിലും കുതിരകളിലും ആശ്രയിക്കുന്നവരുടെ അവസ്ഥ ഇതിൽ പറയുന്നു, അവർ കുനിഞ്ഞു വീണുപോയി, എന്നാൽ ഞങ്ങൾ എഴുന്നേറ്റ് നിവർന്നു നിൽക്കുന്നു. ഹല്ലേലൂയ രഥങ്ങളിലും കുതിരകളിലും ആശ്രയിക്കുന്നവർ കുനിഞ്ഞു വീണു പോകുമ്പോൾ ഞങ്ങളോ എഴുന്നേറ്റ് നിവർന്നു നിൽക്കുന്നു. ഹല്ലേലൂയ ഇതായിരിക്കണം നമ്മുടെ സാക്ഷ്യം, നമ്മുടെ ജയത്തിന്റെ സാക്ഷ്യം ഇതായിരിക്കണം ദൈവമക്കളെ. പരാജയത്തിന്റെ സാക്ഷ്യമല്ല. ഒരു ദൈവവൈതലെ സംബന്ധിച്ച് ഹല്ലേലൂയ ഇത് പരാജയത്തിന്റെ വഴിയല്ല. ആമേൻ ഇത് ജയത്തിന്റെ വഴിയാണ്. ഹല്ലേലൂയ ആമേൻ. ഈ ലോകത്തിൽ നാം പരാജയപ്പെട്ടു പോയ, ശത്രുവിന് മുൻപിൽ നമ്മൾ പരാജയപ്പെട്ടു പോയ, നമ്മൾ എന്തിനു വേണ്ടി ഇറങ്ങി തിരിച്ചു? നിത്യതയാണ് നമ്മുടെ ലക്ഷ്യം. നമ്മുടെ നിത്യതയിൽ എത്തുവാൻ നമുക്ക് കഴിയയില്ല. ഹല്ലേലൂയ നമുക്കറിയാം, ഇസ്രായേൽ ജനം ഇറങ്ങി തിരിച്ചിട്ട് അവരിൽ മിക്കവേരും വഴിയിൽ പട്ടുപോയി. ഹല്ലേലൂയ എന്നാൽ നിങ്ങൾ വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരിക്കേണ്ടതിന് പുത്രനെ ചുംബിച്ചു കൊള്ളണമെന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു. നമുക്ക് ഈ നാളുകളിൽ കർത്താവിനെ ചുംബിച്ചുകൊണ്ട് കർത്താവിന്റെ നാമം എന്തു പറയുന്നു? ഹല്ലേലൂയ അതും പ്രകാരം ജീവിച്ച് ഒരു ജയകരമായ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഈ നാളുകളിൽ നമ്മളെ സഹായിക്കട്ടെ. അങ്ങനെയെങ്കിൽ അങ്ങനെ ജയിച്ചു നിൽക്കുന്ന ഒരു ദൈവവൈതലിനോടുള്ള ദൈവത്തിന്റെ വാഗ്ദത്തമാണ് നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകും. ഹല്ലേലൂയ ശത്രുവിനെ ജയിച്ചു നിൽക്കുന്ന ഒരു ദൈവവൈതലിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകുന്ന ദൈവമാണ്. ഹല്ലേലൂയ തുടർന്ന് അതിൽ പറയും, നിന്റെ താല്പര്യമൊക്കെ നിവർത്തിക്കപ്പെടട്ടെ. ആമേൻ. ഹല്ലേലൂയ ശത്രുവിനെ ജയിച്ച് കീഴടങ്ങി കൊടുക്കുവാനല്ല, ശത്രുവിന്മേൽ ജയം പ്രാപിച്ച് നിൽക്കുന്ന ഒരു വ്യക്തി ജീവിതത്തിന്റെ താല്പര്യമൊക്കെ യഹോവയായ ദൈവം നമുക്ക് നിവർത്തിക്കപ്പെടും. ഹല്ലേലൂയ നാളുകളിൽ ഹല്ലേലൂയ ദൈവമക്കളെ നമ്മൾ ഈ നാളുകളിൽ ഒരുമനപ്പെട്ട് അനേക വിഷയങ്ങളുടെ മുഖത്ത് കടന്നു വന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പരാജയപ്പെട്ടു പോകുന്നവരല്ല. നമ്മുടെ ഈ പ്രാർത്ഥന ജയത്തിന്റെ പ്രാർത്ഥനയാണ്, വിടുതലിന്റെ
പ്രാർത്ഥനയാണ്. ഭരണകൂടം നമുക്ക് വിരോധമായി എഴുന്നേൽക്കട്ടെ, ആളുകൾ നമ്മൾക്ക് വിരോധമായി എഴുന്നേൽക്കട്ടെ. എന്നാൽ കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ പോയതുപോലെ മടങ്ങി വരും. ഓ ഹല്ലേലൂയ, ഗ്ലോറി വലവലവ ശന്തരവലവല അർദ്ധനാരവാരവാരവക്ഷാരവ. അവന്റെ വലിയ വാഗ്ദത്തം നമ്മുടെ മേലുണ്ട്. ഹല്ലേലൂയ, ഞാൻ പോയതുപോലെ മടങ്ങി വരും. ആമേൻ. ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും, നിശ്ചയമാണ്. കർത്താവ് പറഞ്ഞു പോയി, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ലോകാവസാനത്തോളം എല്ലാ കാലത്തും ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും. ആമേൻ. നമ്മൾ കഷ്ടത വരുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മുടെ കൂടെ കർത്താവില്ലയോ. ഹല്ലേലൂയ. ആമേ. പരാജയം വരുമ്പോൾ, ഹല്ലേലൂയ, സാമ്പത്തിക ഞെരുക്കം വരുമ്പോൾ നമ്മൾ വിചാരിക്കും കർത്താവിന്റെ കൂടെ ഇല്ലയോ. ഞാൻ ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ട് എന്താണ് എനിക്ക് ഹല്ലേലൂയ മറുപടി ഇല്ലാത്തത്? ദൈവമക്കളെ, അല്ല, ആ കഷ്ടതയിലും ആ ഹല്ലേലൂയ ഇല്ലായ്മയിലും നിന്നെയും എന്നെയും ദൈവം നടത്തുന്നെങ്കിൽ ആ കർത്താവ് നമ്മളോട് കൂടെയുണ്ട്. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ലോകാവസാനത്തോളം എല്ലാ കാലത്തും ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കാമെന്ന് ദൈവത്തിന്റെ വലിയ വാഗ്ദത്തം നമ്മുടെ മേലുണ്ട്. ദൈവമക്കളെ, ഈ ലോകത്തിലെ വലിയ ഭൗതിക നന്മ നമുക്ക് ഹല്ലേലൂയ ഒന്നും വേണ്ട എന്നല്ല ഞാൻ പറഞ്ഞത്. ഉണ്ണുവാനും ഉടുക്കുവാനും ഉണ്ടെങ്കിൽ അത് മതിയെന്ന് വെയ്പ്പിനെന്ന് ഭക്തനായ പൗലോസ് പറഞ്ഞതുപോലെ നമ്മുടെ ദൈനംദിന ജീവിതത്തിന് ആവശ്യമായതൊക്കെ കർത്താവ് തന്ന് നമ്മളെ നടത്തുന്നുവെങ്കിൽ ഹല്ലേലൂയ നമുക്ക് ദൈവത്തിന്റെ സമാധാനം, ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, അത് ലോകം തരുന്നത് പോലെ അല്ല എന്ന് പറഞ്ഞ കർത്താവിന്റെ സമാധാനം നമ്മൾക്ക് അനുഭവിക്കാൻ കഴിയുന്നെങ്കിൽ ലോക മനുഷ്യനില്ലാത്ത സമാധാനം ദൈവമക്കൾക്ക് അനുഭവിക്കാൻ കഴിയുന്നല്ലോ. ദൈവമക്കളെ, ഇതൊക്കെയാണ് നമ്മളോടുള്ള ദൈവിക വാഗ്ദത്തം. ഹല്ലേലൂയ. ഈ വാഗ്ദത്തങ്ങളെല്ലാം നമ്മൾ മുറുകെ പിടിച്ച് ശത്രുവിനോട് പോരാടി നമ്മൾക്ക് ജയിച്ച് ഒരു ജയകരമായ ക്രിസ്തീയ ജീവിതം നയിച്ച് നമുക്ക് വേണ്ടി കർത്താവ് പറഞ്ഞിരിക്കുന്ന ഒരു വാഗ്ദത്തമാണ്, ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെയും ഇരുത്തും. ഹല്ലേലൂയ. ഇതിനപ്പുറം വലിയൊരു വാഗ്ദത്തം നമുക്ക് എന്താണ് വേണ്ടത്? ഹല്ലേലൂയ. നമ്മുടെ കർത്താവിന്റെ കൂടെ നമ്മളെ ഇരുത്തുന്ന ദിനങ്ങൾ, അതാണ് നമ്മുടെ പ്രത്യാശ. ഹല്ലേലൂയ. ഒരു ദൈവം ഇതിന്റെ പ്രത്യാശ ആയിരിക്കണം. നമ്മുടെ യേശു കർത്താവ് ഇരിക്കുന്നിടത്ത് നമ്മളെയും ഇരുത്തും. ഹല്ലേലൂയ. അവിടെ കണ്ണുനീരില്ല, വേദനയില്ല. ഹല്ലേലൂയ. നമ്മൾ ഈ ഭൂമിയിൽ കരഞ്ഞതിന്റെ ഒക്കെ കണ്ണുനീര് നമ്മുടെ കണ്ണിൽ നിന്ന് ഒപ്പിക്കളയുന്ന ദിനങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. ദൈവമക്കളെ, ഒരുപക്ഷെ നമ്മൾ പീഡ അനുഭവിക്കേണ്ടി വരും, ഒരുപക്ഷെ നമ്മൾ കഷ്ടം അനുഭവിക്കേണ്ടി വരും, ഞെരുക്കം അനുഭവിക്കേണ്ടി വരും. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ പലരുടെയും മുൻപിൽ ചോദ്യചിഹ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നിരിക്കും. എങ്കിൽ ഒരു ദൈവ ഇതിനെ സംബന്ധിച്ച് അവിടെ ഒന്നും പരാജയപ്പെട്ടു പോകരുത്, കീഴടങ്ങി കൊടുക്കരുത്. ഇല്ല, ഞാൻ ജയിച്ച് ജയാളിയായ കർത്താവിന്റെ ദൈവ പൈതലാണ്, എനിക്കൊരു നായകനുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യോബ് പറയുന്നു, എന്റെ യാമ്യക്കാരൻ ഉയരത്തിലുണ്ട്, എന്റെ യാമ്യക്കാരൻ ഉയരത്തിലുണ്ട്, എനിക്ക് പകരം നിൽക്കുന്ന ഒരുവൻ ഉയരത്തിലുണ്ട്. അതായിരിക്കുന്ന ഒരു ദൈവ പൈതലിന്റെ പ്രത്യാശ. നീ ഒറ്റയ്ക്കല്ല ഈ ഭൂമിയിൽ സഞ്ചരിക്കുന്നത്, നിന്നെ ഒറ്റയ്ക്ക് വിടുകയില്ല എന്ന് പറഞ്ഞവൻ, ഞാൻ പിന്നെ നിങ്ങളുടെ അടുക്കൽ വരുമെന്ന് പറഞ്ഞവൻ, ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെ ഇരുത്താമെന്ന് പറഞ്ഞവൻ, ഒരു ദൈവ പൈതലിന്റെ പ്രത്യാശ അതായിരിക്കണം, ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെ ഇരുത്തും. ഇതിലപ്പുറം ഒരു വാഗ്ദത്തം നമുക്ക് എന്ത് വേണം? ദൈവമക്കളെ, നമ്മുടെ കർത്താവ് വരാറായി, നമ്മുടെ കർത്താവ് ഇരിക്കുന്നിടത്ത് നമ്മളെ ഇരുത്താൻ സമയമായി. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സഹോദരിമാരെ, കഷ്ടങ്ങളുണ്ടെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിലും ഹല്ലേലൂയ വേദനകളുണ്ടെങ്കിലും പീഡകൾ കടന്നു വന്നാലും അവിടെയൊക്കെ നമുക്ക് ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ച് ജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിച്ച് കർത്താവിന്റെ വരവിനായി ഒരുങ്ങുവാൻ ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത്രത്തോളം സമയം തന്ന ബിന്ദു സിസ്റ്റർ, എന്നെ കേട്ടുകൊണ്ടിരുന്ന എന്റെ സഹോദരിമാർക്ക് ക്രിസ്തുയേശുവിലുള്ള നന്ദി സ്നേഹത്തെ അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകളിൽ ഞാൻ വിരമിക്കുന്നു. ദൈവം എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സ്വതന്ത്രദേവൻ ധാരാളം അനുഗ്രഹിക്കട്ടെ. ലാസ്റ്റില് നമുക്ക് ആദ്യം പ്രാർത്ഥിച്ച് ആസ്വാദം പറഞ്ഞതായിരിക്കും. തീർച്ചയായിട്ടും നമുക്ക് പ്രാർത്ഥനയുടെ ആയിരിക്കാം. നമുക്ക് വചന സന്ദേശം നമുക്ക് ഇന്ന് പാൽക്കാലവും കേൾക്കുവാൻ ഇടയായി തീർന്നല്ലോ. മാനമോത്വം കർത്താവിന് വെളിപ്പെടുത്തിയ വലിയ സ്തോത്രം.
അന്റെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാരുടെ കേട്ട എല്ലാവർക്കും എല്ലാവരുടെയും ജീവിതത്തിൽ അത് അനുഗ്രഹമായി തീർന്നു. ഒന്നും കൂടെ ആത്മീയ പുതുക്കം പ്രാപിപ്പാൻ കർത്താവ് നമ്മളെ ഇടയാക്കുമാറാകട്ടെ. നമുക്ക് ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കും. നമ്മൾ കുറച്ച് ദിവസങ്ങളായി കാതോർത്തിരിക്കുകയായിരുന്നു അതിന് സന്ദേശത്തിന് വേണ്ടിയിട്ട്. എന്നാൽ ഇന്ന് പൽക്കാലം നമ്മുടെ മറിക്കുട്ടി രാജാജിയുടെ പൽക്കാലം കേൾക്കുവാൻ കർത്താവ് നമുക്ക് ഒരുക്കി തന്ന നല്ല സഹവാസത്തിനായി നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കാം. കേട്ട വചനങ്ങളെയും അല്ലെങ്കിൽ ആ കർത്താവിന്റെ കരങ്ങളെയും കേൾപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് ഞങ്ങൾ കേട്ടത് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അത് അനുഗ്രഹമായി തീരുവാൻ ഇടയാക്കുമാറാണമേന്ന് ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥനയോടെ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കാം. പാട്ടുകൾ പാടിയ നിശ്വസനീയ ദൈവം ആത്മാർത്ഥമായി ദൈവം ബലപ്പെടുത്തുമാറാകട്ടെ. പ്രാർത്ഥനയോടെ ആയിരിക്കും. നമുക്ക് പ്രാർത്ഥന വിഷയമായിട്ട് ആർക്കും എന്തെങ്കിലും ഇനി സംസാരിക്കേണ്ട രാവിലെ ഒരുപാട് വിഷയങ്ങൾക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാൻ ഇടയായിരുന്നു. സ്തോത്രം. ആർക്കെന്തെങ്കിലും പറയാനോ പ്രാർത്ഥന വിഷയമായിട്ട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? ഇല്ലെങ്കിൽ സ്തോത്രം. സൂസനാന്റി പ്രൈസ് ലോർഡ്. പ്രൈസ് ലോർഡ്. കുറച്ച് ദിവസത്തിന് ശേഷം മീറ്റിംഗ് കയറുന്നത്. വന്നതിന്റെ തിരക്കൊക്കെ ആയിരുന്നു. ഇന്നലെ രാവിലെ കടന്നു വരാനിടയായി. ഞങ്ങളുടെ അങ്ങോട്ടുള്ള യാത്രയും തിരിച്ചുള്ള യാത്രയും മീറ്റിങ്ങുകളും ഒക്കെ ഓർത്ത് പ്രാർത്ഥിച്ച ബിന്ദുസിനും കുടുംബത്തിനും നമ്മുടെ ഗ്രൂപ്പിലുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കുള്ള പ്രത്യേകമായ സ്നേഹത്തെ നന്ദി അറിയിക്കുന്നു. ഞങ്ങളുടെ യാത്രയിലൊക്കെയും ദൈവത്തിന്റെ കൃപയുണ്ടായിരുന്നു. കടന്നുപോയ വിഷയങ്ങളിലൊക്കെയും ദൈവത്തിന്റെ സാന്നിധ്യം രുചിച്ചറിയുന്നതിനിടയായി. 2 കൺവെൻഷനും പിന്നെ ഞങ്ങളുടെ ഇവിടുത്തെ ചർച്ചിന്റെ എക്സ് മെമ്പേഴ്സിന്റെ അവരുടെ പേരൻസിന്റെ എല്ലാം കൂടെയുള്ള കൂട്ടായ്മയൊക്കെ വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ നടന്നു. ഇന്ന് എന്നെ വചനം പങ്കുവെച്ച മറിയക്കുട്ടി ആന്റിയും രാജുങ്കളും ഒക്കെ ഉണ്ടായിരുന്നു. രാജുങ്കള് ഒരു പാട്ടൊക്കെ പാടാനൊക്കെ ഇടയായി. അങ്ങനെ പഴയ ആൾക്കാരെയൊക്കെ കാണുന്നതിനും എല്ലാം സന്തോഷം പങ്കുവെക്കുന്നതിനൊക്കെ ഇടയായി. കൺവെൻഷനുകളും അനുഗ്രഹമായിട്ട് നടന്നു. മോനും കുടുംബമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവരും മിനിഞ്ഞാന്ന് കടന്നുപോയി. യാത്രയിലൊക്കെ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. പ്രാർത്ഥിച്ച എല്ലാ പ്രിയപ്പെട്ടവരോടുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. നാട്ടിൽ നിന്ന് കയറാൻ നെറ്റ് പ്രോബ്ലം ആയിരുന്നു. അത് തന്നെ നല്ല ബിസി ആയിരുന്നു. അതുകൊണ്ടാണ് കയറാഞ്ഞത്. എല്ലാവരോടുള്ള നന്ദി ഒരിക്കൽ കൂടെ അറിയിച്ചുകൊണ്ട് സാക്ഷി ഇരിക്കുന്നു. പാസ്റ്ററൊക്കെ ക്ഷേമമായിട്ടിരിക്കുന്നേ? കുഞ്ഞുങ്ങള് ക്ഷേമമായിട്ടിരിക്കുന്നു. പാസ്റ്റർ ഇപ്പൊ നാട്ടിലാണ്. നമ്മുടെ എല്ലാ സഹോദരിമാർക്കും ആന്റിമാർക്കും ഉള്ള നന്ദിയെ പ്രത്യേകം അറിയിക്കുന്നു. ദൈവം എല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഓക്കെ, പ്രൈസ് ലോർഡ്. സ്തോത്രം, സ്തോത്രം. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. പ്രൈസ് ലോർഡ്. കേൾക്കുന്നുണ്ടോ? പ്രൈസ് ലോർഡ്. പ്രൈസ് ലോർഡ് സിസ്റ്റർ. ഹല്ലേലൂയ. സിസ്റ്റർ, ഞാൻ ഇന്നലെ ശിവ സിസ്റ്റർ ഇല്ലേ, അവരുടെ അമ്മയെ കാണാൻ വേണ്ടി പോയായിരുന്നു. നമ്മുടെ അനിയത്തിയാണ്. കാണാൻ വേണ്ടി പോയായിരുന്നു. ഇപ്പം ഹോസ്പിറ്റലിൽ കിടന്നപ്പോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. പറയുന്ന കേട്ടപ്പോ അങ്ങനെ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. ഇപ്പൊ ആള് മുഖത്തിന്റെ ഒക്കെ ഷേപ്പ് ശരിയായിട്ടുണ്ട്. പിന്നെ എണീറ്റ് ഇരുത്തി കൊടുത്താ ഇരിക്കും. അങ്ങനത്തെ ഒരു സ്റ്റേജിലായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഗ്രൂപ്പിൽ പ്രാർത്ഥിച്ച എല്ലാവർക്കും 1,000 കോടി നന്ദി പറയുന്നു. അത്രയും നമ്മൾ വിചാരിച്ചതിനേക്കാളും എളുപ്പത്തില് നല്ല ആള് ഉഷാറായി വന്നിട്ടുണ്ട്. ഇപ്പൊ കാല് പിന്നെ ഇങ്ങനെ എണീറ്റ് നിർത്തിയിട്ട് നടക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിർത്തി നോക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഇന്നലെ ഞങ്ങൾ ചെന്നപ്പോ ഒരാളുടെ സഹായത്തില് 1-2 ആള് പിടിക്കണം. പിടിച്ചാൽ ഇങ്ങനെ പതുക്കെ നടത്തി നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പം. പിന്നെ സിസ്റ്റർ, ഇവിടെ നമുക്ക് വെള്ളമില്ല. കിണറ്റിലെ വെള്ളം കുറഞ്ഞു. അപ്പോ അതിലെ അടി പാറയാണ്. അപ്പൊ അത് പിന്നെ ബുധനാഴ്ച പൊട്ടിക്കാൻ ആള് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. പാറ പൊട്ടിക്കാൻ ആള് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എല്ലാരും ഒന്ന് പ്രാർത്ഥിക്കും. ആകെ 4 കോല് മണ്ണേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയൊക്കെ പാറയായിരുന്നു. പടിയില് വീണ്ടും പാറ തന്നെയാണ്. പാറ താഴ്ത്തി കഴിഞ്ഞാൽ വെള്ളം ഉണ്ടാവും എന്നാണ് അവര് പറഞ്ഞത്. അപ്പം എല്ലാവരും നന്നായിട്ട് പ്രാർത്ഥിക്കും. വ്യാഴാഴ്ച എന്തായാലും പൊട്ടിക്കാന് ആള് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഗിരീഷ് ഇന്നലെ പോയിട്ടില്ല. അവന് പോവാൻ വേണ്ടിയിട്ട് പിന്നെ മിനിഞ്ഞാന്ന് രാത്രി വിളിച്ചപ്പോ അവര് പറഞ്ഞു ഇന്നലെ ഞായറാഴ്ച ചെല്ലണ്ട,
അവര് പിന്നെ എറണാകുളത്തിന് പോവാണ്. സെപ്പ് എറണാകുളത്തിന് പോവാണ്. അടുത്ത ആഴ്ച ചെന്നാൽ മതി എന്നാ പറഞ്ഞേന്ന്. അപ്പൊ അതുകൊണ്ട് അതിനവന് പോയിട്ടില്ല. പിന്നെ ഇപ്പൊ സിപ്പിന്റെ ഒരു ഇതിലേക്ക് ഒരു അപ്ലൈ കൊടുത്തിട്ടിട്ടുണ്ട്. കൊടുക്കാൻ വേണ്ടിയിട്ട് വേറൊരാൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോ അതിനൊരു അപേക്ഷ കൊടുത്തിടുന്നുണ്ട്. എല്ലാവരും കൂടി വേണ്ടി പ്രാർത്ഥിക്കും. ശിവരായിരം നന്ദി. ഓക്കെ, നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവപ്രവൃത്തി കർത്താവ് വായിക്കട്ടെ. സ്തോത്രം. ദൈവത്തിന്റെ നാമം മോത്തപ്പെടുമാറാകട്ടെ. സ്തോത്രം. നമുക്കിനി ആർക്കെന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ലെങ്കിൽ കേട്ട വിഷയങ്ങൾ ഏറ്റെടുത്ത് നമ്മുടെ സിസിൽ വിനിയാണ്ടി പ്രാർത്ഥിച്ച് ആ സ്തോത്രം പറഞ്ഞ് അവസാനിപ്പിക്കുന്നതായിരിക്കും. സ്തോത്രം. ഓക്കെ, സ്തോത്രം. സ്തോത്രം. പ്രാർത്ഥിക്കുക. സിസിൽ വിനിയാണ്ടി പ്രാർത്ഥിക്കാം. സ്തോത്രം 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 സ്തോത്രം. വാഗ്ദത്തങ്ങൾ വിശ്വസന വാക്കുമാറാത്ത നല്ല ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, നല്ല വൈകിയ വേളയ്ക്കായി നന്ദിയോട് സ്തോത്രപ്പാ. ഇത്രത്തോളം സമയം ദൈവസന്നിധിയിൽ ഇരുപ്പാൻ സ്വർഗം സഹായിച്ചല്ലോ. അവിടുത്തെ കൃപയ്ക്കും കരുണയ്ക്കുമായി നന്ദിയോട് സ്തോത്രം കർത്താവെ. രാവിലെയുള്ള സെക്ഷനെ കർത്താവ് അനുഗ്രഹിച്ചല്ലോ. തലമുറകളുടെ പേര് പറഞ്ഞ് പ്രാർത്ഥിപ്പാനൊക്കെയും സ്വർഗം കൃപ അയച്ചതോർത്ത് നന്ദിയോട് സ്തോത്രം കർത്താവെ. പ്രാർത്ഥിച്ച സകല വിഷയത്തിന്മേലും കർത്താവ് അവിടുന്ന് മുദ്ര വെച്ചിരിക്കാൻ നന്ദിയോട് സ്തോത്രം. വരും ദിവസങ്ങൾ കർത്താവെ ജയത്തിന്റെ സാക്ഷ്യങ്ങളെ കേൾപ്പാൻ സ്വർഗം ഇടയാക്കുന്ന വിധങ്ങൾക്കായി നന്ദിയോട് സ്തോത്രപ്പാ. രാവിലത്തെ സെക്ഷനെ അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിച്ച കർത്താവെ. വൈകിയ വേളയിൽ കർത്താവെ അടിയങ്ങൾക്ക് ഒരുമിച്ച് കൂടി വരുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ അയച്ചല്ലോ. പാടുവാൻ കൃപ തന്നല്ലോ. പ്രാർത്ഥിപ്പാൻ കൃപ അയച്ചല്ലോ കർത്താവെ. എത്രത്തോളം സമയം വചനത്തിന്റെ മുമ്പാകെ ആയിരിക്കാൻ കർത്താവ് സഹായിച്ച വിധങ്ങൾക്കായി നന്ദിയോട് സ്തോത്രം കർത്താവെ. അവിടുന്ന് നടത്തുന്ന വിധങ്ങൾക്കായി ഹല്ലേലൂയ. നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഒരു നന്മയ്ക്കും ഒരു പുകഴ്ചയ്ക്കും ഒന്ന് യോഗ്യയിലെന്ന് സമ്മതിക്കുന്ന കർത്താവെ. എന്നാൽ ഇത്രത്തോളം ഞങ്ങളെ സഹായിക്കുന്ന മാനിക്കുന്ന ദൈവം അവിടുന്ന് ആയിരിക്കാൻ നന്ദിയോട് സ്തോത്രം. ഞങ്ങൾ ഇരിക്കുന്നിടത്ത് ഇരുന്ന് കർത്താവെ ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്ത് പ്രാർത്ഥിപ്പാൻ, ഒരുമിച്ച് പക്ഷവാദം ചെയ്യുവാൻ കർത്താവെ, ഒരുമിച്ച് ആരാധിപ്പാൻ, വചനം കേൾപ്പാൻ കർത്താവെ, വാഗ്ദത്തങ്ങളെ പിടിച്ചെടുപ്പാൻ സ്വർഗമിടയാക്കുന്ന എല്ലാ സാവകാശങ്ങൾക്കായി നന്ദിയോട് സ്തോത്രപ്പാ. ഹല്ലേലൂയ. ദൈവമേ, പ്രാർത്ഥനയ്ക്കായി ആവശ്യപ്പെട്ടുള്ള വിഷയങ്ങളെ ദൈവകരങ്ങളിലോട്ട് ഏൽപ്പിക്കുന്നു. ഞങ്ങൾ അറിയുന്നതിന് മുമ്പേ കർത്താവ് എല്ലാറ്റിന്മേലെ ഭാരമേറ്റ് കർത്താവെ, ഞങ്ങളുടെ ഞെരുക്കങ്ങളെ, ഞങ്ങളുടെ അവലാദികളെ, പരാതികളെ, ഭാരങ്ങളെ അറിയുന്ന ദൈവം, ഞങ്ങൾക്ക് വേണ്ടി ഹല്ലേലൂയ അവിടുന്ന് നാലാമനായി ഇറങ്ങി വരുന്ന നല്ല ദൈവമായിരിക്കാൻ നന്ദിയോട് സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളിൽ സൂസനാന്റിയെ കുടുംബമായി കർത്താവ് മാനിച്ചല്ലോ. കർത്താവിന്റെ വയൽപ്രദേശത്ത് അധ്വാനിപ്പാൻ കർത്താവെ, യാത്രയിലെ പോക്കില് വരവിലെ ശുശ്രൂഷ മേഖലകളിലോ മീറ്റിങ്ങുകളെ എല്ലാം കർത്താവ് മാനിച്ച് അനുഗ്രഹിച്ച ആവശ്യമായ വചനവും ആലോചനയും കർത്താവ് കൊടുത്ത് നടത്തിയ എല്ലാ വിധങ്ങൾക്കായി നന്ദിയോട് സ്തോത്രം. അവിടുന്ന് ആദരിക്കുന്ന വിധങ്ങൾക്കായി നന്ദിയോട് സ്തോത്രം. പിന്നെയും ഹല്ലേലൂയ കർത്താവ് കൂടെ ഇരിക്കണമേ. പൂർവാധികം ശക്തിയോടെ കർത്താവിന്റെ നാമത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ പിന്നെയും കരങ്ങളിലെടുത്ത് പ്രയോജനപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഹല്ലേലൂയ. അവിടുത്തെ ദൈവ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ, രുചിച്ചറിയുവാൻ കർത്താവെ കൂടപ്പെട്ടവർക്ക് എല്ലാവർക്കും അവിടുന്ന് ഒരുക്കിയ എല്ലാ സാവകാശങ്ങൾക്കായി നന്ദിയോട് സ്തോത്ര. സിസ്റ്റർക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അമ്മയുടെ വിഷയങ്ങളെ അറിയിച്ചല്ല കർത്താവെ. നന്ദിയോട് സ്തോത്രം കർത്താവെ. അവിടുത്തെ കൃപ മാത്രമാണ്, അവിടുത്തെ ദയയാണ് കർത്താവെ. അവിടുന്ന് കരുണയുടെ വാതിൽ അടച്ചു കളയാതെ ദയ ദീർഘമാക്കി കർത്താവ് കരം പിടിച്ച് നടത്തുന്ന എല്ലാ ദൈവത്തിന്റെ സ്നേഹത്തിനായി നന്ദിയോട് സ്തോത്ര. വല്ലാത്ത അവസ്ഥയിലൊക്കെ ആയിരുന്നെടുത്തുന്ന കർത്താവ് ഇത്രത്തോളം മാതാവിന് കൊടുത്ത വിടുതലിനായി ഹല്ലേലൂയ നന്ദിയോട് സ്തോത്രപ്പ. പിന്നെ ഈ ദിവസങ്ങളിൽ കർത്താവ് എഴുന്നേറ്റ് നടക്കുന്നത് കാണുവാൻ, ദൈവത്തെ മുഖത്തപ്പെടുത്തുന്നത് കാണുവാൻ, ദൈവസന്നിധിയിൽ കർത്താവെ കടന്നു വരുന്നത് കാണുവാൻ, കേൾക്കുവാനൊക്കെ സ്വർഗം ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബമായവരെ മാനിക്കണം, സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഗിരീഷിന്റെ വിഷയങ്ങൾക്കായി നന്ദിയോട് സ്തോത്രപ്പ. ജോലിക്ക് വേണ്ടി പരിശ്രമിച്ചിട്ടുകൊണ്ടിരിക്കുന്ന കർത്താവെ, ആരാധനാ സൗകര്യമുള്ളിടത്ത്, ദൈവഗതി പ്രകാരമുള്ളിടത്ത് നല്ല ജോലി ലഭിക്കേണ്ടതിനായി ദൈവത്തോട് അപേക്ഷിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ. ഞങ്ങളുടെ വിഷയങ്ങളെല്ലാം സ്തോത്രത്തോടെ ദൈവകരങ്ങളിലോട്ട് ഏൽപ്പിക്കുന്ന കർത്താവ് ഈ ദിവസങ്ങളിൽ തന്നെ ജയത്തിന്റെ സാക്ഷ്യങ്ങളെ കേൾപ്പാൻ സ്വർഗം ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിഷിമോളെ പാടുവാൻ കർത്താവ് ബലപ്പെടുത്തിയല്ലോ കർത്താവെ. ഹല്ലേലൂയ. അവിടുത്തെ കൃപയച്ചല്ലോ കർത്താവെ. ഞങ്ങൾക്ക് കർത്താവെ ഹല്ലേലൂയ യാക്കോബിനെ വീണ്ടും ചൈതന്യം വന്നെന്നും കേൾക്കുന്നത് പോലെ കാണുന്നത് പോലെ കർത്താവെ, പാട്ടിലൂടെ ആരാധനയിലൂടെ കർത്താവെ ഒന്നുകൂടെ ശക്തിപ്പെടുവാൻ, ഒന്നുകൂടെ ദൈവസന്നിധിയിൽ ഉണരുവാൻ സ്വർഗമിടയാക്കിയ എല്ലാ വിധങ്ങൾക്കായി നന്ദിയോട് സ്തോത്രം. പ്രിയ പൈതലിനെ കുടുംബമായി കർത്താവ് പിന്നെയും പ്രയോജനപ്പെടുത്തണം. അനേകർക്ക് കർത്താവെ, ആയിരങ്ങൾക്ക് ഹല്ലേലൂയ വിടുതലും ആശ്വാസവുമായി തീരുവാൻ കർത്താവ് കരങ്ങളിലെടുത്ത് പ്രയോജനപ്പെടുത്തണം. കുടുംബമായി കർത്താവ് മാനിക്കണം. കഴിഞ്ഞ നാളൊക്കെയും കർത്താവ് കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ വാഗ്ദത്തങ്ങൾ വിശ്വസ്തനായി ഹല്ലേലൂയ
വാഗ്ദത്തങ്ങളെ നിറവേറ്റി കൊടുത്ത അനർത്ഥങ്ങളിനും ആപത്തിനും ഒക്കെ വിടുവിച്ച ദൈവസ്നേഹത്തിനായി നന്ദിയോട് സ്തോത്രം. മേരിക്കുട്ടി രാജു ആന്റിക്കായും പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. പിന്നെയും കരങ്ങളിലെടുത്ത് പ്രയോജനപ്പെടുത്തിയല്ലോ. ഇന്ന് വൈകിയ വേളയിലും അടിയങ്ങൾക്ക് ആവശ്യമായ ആലോചനയെ തരുവാൻ കർത്താവ് കരങ്ങളിലെടുത്ത വിധങ്ങൾക്കായി സ്തോത്രം. കർത്താവ് മാനിക്കുന്നല്ലോ, ആദരിക്കുന്ന എല്ലാ വിധങ്ങൾക്കായി നന്ദിയോട് സ്തോത്രം. കർത്താവ് പിന്നെ ശ്രേഷ്ഠമേറിയ പാതയിലൂടെ ദൈവം നടത്തുന്ന വിധങ്ങൾക്കായി അവിടുത്തെ സ്നേഹത്തിനായി നന്ദിയോട് സ്തോത്രം. അങ്കിളിനായി പ്രാർത്ഥിക്കുന്ന കർത്താവ് ബലപ്പെടുത്തിക്കൊള്ളണം, ശക്തീകരിക്കണം. ആന്റിക്കും കർത്താവ് കൊടുത്ത ബലത്തിന് സൗഖ്യത്തിനുമായി നന്ദിയോട് സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വല്ലാത്ത ഭാരത്താലും ക്ലേശത്താലും ഒക്കെ ആയിരുന്നല്ലോ. കർത്താവ് കൊടുത്ത എല്ലാ വിടുതലിനായി നന്ദിയോട് സ്തോത്രപ്പാ. ദൈവമേ ഹല്ലേലൂയ. അഭയവിമോചനക്കായി പ്രാർത്ഥിക്കുന്നു. പൈതലിനെയും കർത്താവ് സഹായിക്കണം, കുടുംബമായി കർത്താവ് മാനിക്കണം, കുടുംബത്തെ കർത്താവ് വഴി നടത്തുന്ന എല്ലാ വിധങ്ങൾക്കായി സ്തോത്രം. ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ കർത്താവിന് ദാസിമാർക്കായി സ്തോത്രം. വിഷയം പറയാതിരിക്കുന്നവർക്കായി കർത്താവെ പറഞ്ഞ വിഷയങ്ങൾക്കായി സ്തോത്രം. രഹസ്യവും പരസ്യവുമായി വെച്ച് പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്കായി സ്തോത്രം. ഞങ്ങളുടെ തലമുറകളെ ഒരു പ്രാവശ്യം കൂടെ ഏൽപ്പിക്കുന്ന കർത്താവെ, എക്സാം കാലഘട്ടമാണ്, ചൂടേറിയ അനുഭവങ്ങളാണ് കർത്താവ്. എല്ലാ കുഞ്ഞുങ്ങളെയും മാനിക്കണമേ, നടത്തണമേ. അവിടുത്തെ കൊടിക്കീഴിൽ തന്നെ ആയിരിക്കട്ടപ്പാ. കല്ല് വഴി ചുറ്റിപ്പറന്ന് സൂക്ഷിക്കും പോലെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ എല്ലാം അവിടുന്ന് പരിപാലിക്കണം. കർത്താവിന്റെ ചെറുകടിയിൽ തന്നെ ആയിരിക്കട്ടെ കർത്താവെ. കാലാവസ്ഥയുടെ പ്രതികൂലങ്ങളോ പരീക്ഷയുടെ ടെൻഷനുകളോ കർത്താവെ ശാരീരിക ബുദ്ധിമുട്ടുകളോ ഒന്നും ഞങ്ങളുടെ പല പൈതങ്ങളെ അലട്ടാതെ കർത്താവെ അവരിക്കപ്പെട്ട ചെറുകടിയിൽ കുഞ്ഞുങ്ങൾ ഭദ്രമായിരിക്കട്ടപ്പാ. ദൈവകരങ്ങളിലോട്ട് ഏൽപ്പിക്കുന്നു. ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർക്കായി സ്തോത്രം. വേഗത്തിൽ കർത്താവെ ജോലി ലഭിക്കേണ്ടവർക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. വിസയുടെ കാലാവധി തീരുന്ന കുഞ്ഞുങ്ങൾക്കായി സ്തോത്ര. പുതിയ വിസ അടിക്കേണ്ട കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ലൈസൻസ് ലഭിക്കേണ്ട കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. പ്രത്യേക എക്സാമിന് ഒരുങ്ങുന്ന കുഞ്ഞുങ്ങൾക്ക് കർത്താവെ ഹല്ലേലൂയ ഇരട്ടി ധൈര്യം, ഹല്ലേലൂയ ആശ്വാസം ഒക്കെ കൊടുത്ത കർത്താവെ പരിശുദ്ധാത്മാവിന്റെ ഹല്ലേലൂയ നിയന്ത്രണത്തിലും നിറവിലും ഞങ്ങളുടെ കുഞ്ഞുങ്ങളായിരിക്കാൻ സ്വർഗമിടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മാതാപിതാക്കളെ അതിനായി അവർക്ക് ധൈര്യവും കർത്താവെ സമാധാനവും കൊടുത്ത് ആശ്വസിപ്പിക്കുന്ന നല്ല വചനങ്ങളെ കൊടുത്ത് കർത്താവ് ബലപ്പെടുത്തിക്കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. ബിന്ദു ആന്റിക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവ് പിന്നെ സഹായിക്കണമേ. എത്രത്തോളം മാനിക്കുന്ന ദൈവകൃപയിൽ നിർത്തുന്ന എല്ലാ വിധങ്ങൾക്കായി നന്ദിയോട് സ്തോത്രം. അനേകർക്ക് വിടുതലും ആശ്വാസവുമായി തീരത്തക്കവണ്ണം പിന്നെ കരങ്ങളിലെടുത്ത് പ്രയോജനപ്പെടുത്തുന്ന വിധങ്ങൾക്കായി സ്തോത്രം. ആത്മീയ ഭൗതികമായി അനുഗ്രഹിക്കണം, ശാരീരിക മാനസികമായും ബലപ്പെടുത്തണം. കുഞ്ഞുങ്ങളെ ഇരുവരെ തരുന്ന കർത്താവെ. പൈതൽ എക്സാമിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു, മോഡൽ എക്സാം ഒക്കെ എഴുതിയിരിക്കുന്ന കർത്താവ് മാനിക്കണം. നല്ല റിസൾട്ട് കണ്ട് സന്തോഷിപ്പാൻ സ്വർഗമിടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവദാസനായി സ്തോത്ര. യാത്രകള് പോക്കില് വരവില് യഹോവ മുൻപടയായി പിൻപടയായി കൂടെ ഇരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ശുശ്രൂഷകളെ എല്ലാം മാനിക്കണം, പിന്നെ അനേകർക്ക് പ്രയോജനമായി തീരട്ടണം. കർത്താവ് കരങ്ങളിലെടുത്ത് പ്രയോജനപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക വിഷയത്തിലെല്ലാം കർത്താവിന്റെ കരം ഹല്ലേലൂയ തൊടുമാറാകണം, അത്ഭുതം പ്രവർത്തിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ സഹോദരിമാർക്കായി എല്ലാ കർത്താവിന്റെ ദാസിമാർക്കായി സ്തോത്രം. കുടുംബമായി മാനിക്കണം കർത്താവ്. ഏതെങ്കിലും ഭാരത്തോടെ ഞെരുക്കത്തോടെ ഇരിക്കുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം കർത്താവ്, ഇന്ന് രാത്രി കാലം ദൈവത്തിന്റെ കരം അയച്ചു വിടുവിക്കണം, അത്ഭുതം പ്രവർത്തിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. പിന്നെ അടിയങ്ങളെ ഒരുമിച്ച് സഹായിക്കും, അറിവിന് വേണ്ടി ഞങ്ങളെ ഒരുക്കം പ്രത്യാശ കൊണ്ട് നിറയ്ക്കും. എല്ലാവരും രക്ഷകനായ യേശുവിന്റെ അൻപുള്ള നാമത്തിൽ അപേക്ഷിക്കും. ദൈവമൂലം കേൾക്കുന്ന നല്ല പിതാവേ, ആമേൻ ആമേൻ. ആരെങ്കിലും ആന്റിമാര് സൂസനാന്റെ ആസ്വാദം പറയാമോ? സൂസനാന്റെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സഹവാസവും കൂട്ടായ്മയും പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും കടന്നു വന്നിരിക്കുന്ന എല്ലാ സഹോദരിമാരോടും ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. കർത്താവ് മുഖാന്തരം ചെയ്തെന്ന ദൈവത്തിന്റെ സ്തോത്രം. ആമേൻ. കർത്താവായ യേശുവേ വേഗം വരണമേ. കടന്ന എല്ലാ പ്രിയപ്പെട്ടവരും ദൈവത്തിലുള്ള നന്ദി അറിയിക്കുന്നു. മെസ്സേജ് പറഞ്ഞ മറിക്കുട്ടി രാജു ആന്റിയോടും പാട്ടുകൾ പാടി അദ്ദേഹത്തെ പഠിപ്പിക്കാൻ സഹായിച്ച നിഷി ആൽബം സിസ്റ്ററോടും ദൈവത്തിലുള്ള നന്ദി അറിയിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ആന്റിമാരോടും ദൈവത്തിലുള്ള നന്ദി അറിയിക്കുന്നു. നാളെ വൈകിട്ട് നമുക്ക് 4 മണിക്ക് വീണ്ടും കാണാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാട്ടെ. ഗോഡ് ബ്ലസ് യു.